ലോകമെമ്പാടുമുള്ള ABC മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പുതിയ വിശകലനങ്ങളുമായി ഞങ്ങൾ എത്തുകയാണ്. 7 ഘട്ടങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ചാനലുകളൊക്കെ എക്സിറ്റ് പോളുമായി എത്തുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒപ്പീനിയൻ പോളുമായാണ്. ഒരുപക്ഷെ ഈ ഓൺലൈൻ മീഡിയയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സമഗ്ര വിവരങ്ങളടങ്ങിയ ഒരു ഒപ്പീനിയൻ പോൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പോൾ ABCയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ ഒപ്പീനിയൻ പോൾ തയ്യാറാക്കിയത്, വിശദീകരിച്ചുകൂടെ? നമ്മുടെ എല്ലാ ചാനലുകളിലും എക്സിറ്റ് പോൾ പ്രവചന ഫലം പറയുന്ന നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇത് പറയുന്നതിന് മുമ്പ് നമ്മുടെ എക്സിറ്റ് പോളുകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം വോട്ടെടുപ്പ് 6 മണിക്ക് പൂർത്തിയായതിന് ശേഷമാണ് എല്ലാ ചാനലുകളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ട് അതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഒരു എക്സിറ്റ് പോൾ വന്നു. ലണ്ടനിൽ നിന്ന് ഇലക്ഷൻ ഐ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ പ്രവചനങ്ങളുടെ കാര്യത്തിൽ ആദ്യം വന്നത്. ലണ്ടനിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശവും തിട്ടൂരും ഒന്നും ബാധകമല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതിന് മുമ്പും 1 മണിക്കൂർ മുമ്പ് ഇലക്ഷൻ ഐ അവരുടെ പ്രവചനം നടത്തിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സിനു ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു ഓൺലൈൻ ചാനലിന് എന്ത് തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനമാണ് നടത്താൻ കഴിയുക? നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചാനലുകളും എല്ലാ ഏജൻസികളും ഈ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ചാനൽ വെച്ചാലും ഇലക്ഷൻ്റെ ഫോർകാസ്റ്റിംഗ് വലിയ ഏജൻസികൾക്ക് വലിയ തോതിൽ പണം കൊടുത്തൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാതിരുന്ന ഒരു ട്രെൻഡ് പൊതുവിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം 2004 വളരെ കൃത്യമാണ്. ആക്സിസിൻ്റെയും ചാണക്യയുടെയൊക്കെ സർവേ ഫലങ്ങൾ വളരെ കൃത്യമായിരുന്നു. അതോടുകൂടിയാണ് ഈ എക്സിറ്റ് പോൾ അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ കുറേ കാര്യമുണ്ട്, അതിൽ വിശ്വാസ്യതയുണ്ടെന്നുള്ള ട്രെൻഡ് വന്നത്. പക്ഷേ നമ്മളൊരു ഓൺലൈൻ ചാനലാണ് കേരളത്തിൽ വളരെ പരിമിതമായ തോതിൽ പ്രവർത്തിക്കുന്ന. നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നിട്ട് പോലും അധികം കാലമായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിമിതികളുണ്ടെങ്കിലും നമ്മളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ഡാറ്റ എടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ വലിയ പണം മുടക്കി ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട്. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയുള്ള സമാന്തര മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് വിസിൽ ബ്ലോവർമാരായിട്ടും നെറ്റിസൺ ജേർണലിസം നടത്തുന്ന ആളുകളുണ്ട്. നെറ്റിസൺ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന് പറയുന്ന സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു നെറ്റ്വർക്ക്, അവരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്തത്. ഇവർ ഈ താഴെ തട്ടുള്ള ആൾക്കാരുമായിട്ട് നിരന്തരം അതെ അവർ സാധാരണക്കാരാണ്. ഇതിൽ നെറ്റിസൺ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം നീക്കുന്നവരുണ്ട്, ഇങ്ങനെ അധ്യാപകരുണ്ട്, അഭിഭാഷകരുണ്ട്. അങ്ങനെ നെറ്റിസൺ അറിയാമല്ലോ, സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് നെറ്റിസൺ എന്ന് വിളിക്കുന്നത്. അവരുടെ ഒരു നാഷണൽ നെറ്റ്വർക്ക് നടത്തിയ ഒരു സ്റ്റഡിയുടെ വിവരണമാണ് ഇന്ത്യയിലെ മറ്റു ചില ഭാഷകളിലും വരുന്നുണ്ട്. മലയാളത്തിൽ അത് ഔദ്യോഗികമായി ചെയ്യുന്നത് ABC മലയാളം ന്യൂസാണ്. അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരും മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ലണ്ടൻ ഐ അവരുടെ ലണ്ടൻ ബേസ്ഡ് ഇലക്ഷൻ ഐ അവരുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ സർവേ അല്ലെങ്കിൽ പ്രവചനം നടത്തിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് അവർ പറയുന്നത്, ഒരു സംശയവും വേണ്ട, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാമത് NDA സർക്കാർ അധികാരത്തിൽ വരും. എന്നിട്ട് അവർ പറയുന്ന ഫിഗറുമുണ്ട്. BJPക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയത് 334 സീറ്റുകൾ കിട്ടും. NDA മുന്നണിക്ക് 384 മുതൽ 399 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ലണ്ടനിൽ നിന്നുള്ള ഈ ഏജൻസി നടത്തിയ സർവേയുടെ ഫലം. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ആദ്യം പുറത്തു വന്ന ഒരു സർവേ, ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഏറ്റവും ആദ്യം ലോകത്ത് തന്നെ ആദ്യമായി വന്നത് ഇലക്ഷൻ ഐയുടെ ലണ്ടൻ ബേസ്ഡ് സർവേയാണ്. അതിൻ്റെ ഒരു നക്ഷല് മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ കോൺഗ്രസ്സിന് പറയുന്നത് 55 സീറ്റാണ്.
66 ഒരു കാരണവശാലും 66 കടക്കില്ല കോൺഗ്രസ്. ഇന്ത്യ മുന്നണിക്ക് പരമാവധി കിട്ടാവുന്ന 115 സീറ്റുകൾ പരമാവധി. അപ്പോൾ ഉറപ്പായി ലണ്ടനിലെ ഇലക്ഷൻ വാച്ച് പറയുന്ന ഫിഗേഴ്സ് ശരിയാണെങ്കിൽ ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെടുകയാണ്. NDA വീണ്ടും അധികാരത്തിൽ വരികയാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയോടെ നോക്കണം. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 303 സീറ്റുകളുണ്ട്, NDA മുന്നണിക്ക് 353 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷവും നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ തുടരുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം BJP നേടിയത് 37.76% വോട്ടുകളാണ്. NDAക്ക് 45% വോട്ടുകൾ കിട്ടി. ഇനി വേറെ ഏറ്റവും രസകരമായൊരു തമാശ, രസകരമല്ല, എനിക്ക് തോന്നുന്നത് വിദേശത്തുള്ള ഏജൻസികൾക്ക് പോലും മോദിയെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ടാണ്. അതായത് NDAക്ക് ആകെ കിട്ടിയത് ഞാൻ പറഞ്ഞു 353 സീറ്റുകളാണ്. അതിൽ 327 സീറ്റുകളും NDA മുന്നണി വിജയിച്ചിരിക്കുന്നത് 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അതിന് ഡീറ്റെയിൽസിലേക്ക് പോയാൽ 164 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA വിജയിച്ചത് 2 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇനി 105 സീറ്റുകളുണ്ട്. 105 സീറ്റുകൾ 3 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടുണ്ട്. 44 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയുടെ അല്ല NDAയുടെ BJP മുന്നണിയുടെ ഭൂരിപക്ഷം 44 സീറ്റുകളിൽ 4 ലക്ഷത്തിൽ പരമാണ്. 14 സീറ്റുകളിൽ അത് 5 ലക്ഷം മുതൽ 6,89,000 വരെയാണ്. അങ്ങനെ 327 സീറ്റുകളിൽ BJPയുടെ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ലക്ഷാധിപതികളാണ് ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ എതിരാളികൾ ഈ പറയുന്ന ഇത്രയും വോട്ടിനെ കവർ ചെയ്യാനേ പറ്റുള്ളൂ. 327 സീറ്റുകൾ ജയിക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ മാർജിനെ മറികടക്കണം. ഇത് വലിയ പ്രശ്നമാണ്. ഇത് പരക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ആരും ചർച്ച ചെയ്യപ്പെടാത്തതാണ്. BJP തോൽപ്പിക്കുമെന്ന് പറയുന്ന മുന്നണികളുടെ പക്കൽ എങ്ങനെ 6 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം നേടിയ 14 സീറ്റുകൾ, അല്ലെങ്കിൽ 4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം കിട്ടിയ 44 സീറ്റുകൾ, അതുമല്ലെങ്കിൽ 3 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം നേടിയ 105 സീറ്റുകളിൽ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് NDA സ്ഥാനാർത്ഥികളെ, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ കഴിയും എന്നതിന് ഒരാളും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, മറ്റൊരു കണക്കൂടെ പറയാം. 186 സീറ്റുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം BJPയും കോൺഗ്രസ് പാർട്ടിയും നേർക്കുനേർ മത്സരിച്ചത്. കോൺഗ്രസ് എത്ര ജയിച്ചു എന്നറിയാമോ? വെറും 15 സീറ്റുകളിൽ. 15. അതായത് BJPയും കോൺഗ്രസും മുഖാമുഖം ഏറ്റുമുട്ടിയ 186 സീറ്റുകളിൽ വെറും 15 സീറ്റുകളാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് നേടാനായത്. ഇനി 224 സീറ്റുകൾ മറ്റൊരു കണക്കാണ്. 224 സീറ്റുകൾ BJP മുന്നണി കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുത്തത് 50%-ലേറെ വോട്ടുകളുടെ അധിക വോട്ടുകൾ നേടിയാണ്. അപ്പോൾ അത്ര അനായാസം പരാജയപ്പെടുത്താവുന്ന ഒരു സാഹചര്യമല്ല നരേന്ദ്രമോദിയുടെ മുന്നണി ഇന്ത്യയിൽ കാലുറപ്പിച്ച് നിൽക്കുന്നത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നോക്കൂ, നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, GSTയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ രാജ്യമാകെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായ, പ്രധാനമന്ത്രി ആയേക്കാവുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ മോദിക്ക് ബെറ്റ് എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കുന്നതിൽ ഫീൽഡ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും ഏതാണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഫീൽഡ് ചെയ്തിരുന്നു. ഇക്കുറി അങ്ങനെ പ്രതിപക്ഷത്തിന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. സർക്കാരിനെതിരെ ഈ പറയുന്നത് പോലെയുള്ള ജനവിരുദ്ധമായ ആക്ഷേപങ്ങൾ പറയാനില്ല. എന്തിന്, പെട്രോളിൻ്റെ വിലക്കയറ്റം, ഇന്ധന വിലക്കയറ്റം പോലും ഇത്തവണ ആരും കാമ്പയിൻ ചെയ്തില്ല. ആകെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനെ ആകെ നയിച്ചത് ഇക്കുറിയും നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോൾ അവസാനത്തെ വോട്ടെടുപ്പ് നടക്കുമ്പോഴും നരേന്ദ്രമോദിയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്, അല്ലേ? കന്യാകുമാരിയിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ഇരിക്കുക വഴി നിശബ്ദനായിരുന്ന് വലിയ ഉറക്കത്തിൽ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഒരു രാഷ്ട്രീയ സന്ദേശം നൽകി. തീർച്ചയായും. അപ്പോൾ എങ്ങനെ വന്നാലും ഇക്കുറിയും നമ്മുടെ ഇലക്ഷൻ്റെ അജണ്ട തീരുമാനിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി എന്നുള്ള പേരിനെ ചുറ്റിപ്പറ്റി, അദ്ദേഹത്തിൻ്റെ നാവിനെ ചുറ്റിപ്പറ്റി, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ, പ്രസംഗങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇക്കുറിയും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടന്നത്. അപ്പോൾ നരേന്ദ്രമോദി മൈനസ് 2024 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പൂജ്യമാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ.
ഈ രാഷ്ട്രീയ കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 75 ദിവസം കൊണ്ട് ഈ നരേന്ദ്രമോദി 200-ലധികം യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പ്രസ് മീറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നടത്തുന്നു. അപ്പോൾ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉറപ്പായിട്ടും. നോക്കുക, ഈ യാസേതു ഹിമാചലം എന്ന് പറയുന്നത് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ 7:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ വിമാനം ഡൽഹിയിലെത്തും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മോദി വാർത്തകളിൽ നിറയാത്ത ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പല ദിവസവും കാണാതെ പോയി, അല്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മോദിയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസം, വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി. ഇതിനെ എങ്ങനെ വോട്ടുകളാക്കാൻ NDA മുന്നണിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് ഈ വരാൻ. ഏതായാലും തുടക്കമാണ് ഇന്ന് വന്ന ആദ്യത്തെ. അതെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയത് കന്യാകുമാരി നിന്നാണല്ലോ. നമുക്ക് ഒരുപാട് വർത്തമാനം പറയണ്ട. കാരണം നമ്മുടെ ചാനലുകൾ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി 10 മണി 11:30 മണി വരെ ഇവരുടെ സ്പേസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചർച്ച ഇങ്ങനെ ലാഗ് ചെയ്ത് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുത്തും പല സെഗ്മെൻ്റായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അത്ര നേരം ഒന്നും ഇരുത്താൻ നമുക്ക് ഉദ്ദേശമില്ല. കാരണം നമ്മളിത് വിൽക്കുന്നുമില്ല. കാരണം ഇത് കൊമേഴ്സ്യൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നെറ്റിസൺ നെറ്റ്വർക്ക് അവരുടെ സർവേയുടെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സർവേയുടെ ഫലം മലയാളത്തിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനു, നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയാണ് ഇന്ന് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധയിലെത്തിച്ചത്. അതുകൊണ്ട് നമുക്ക് കന്യാകുമാരിയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ ഈ മത്സരിച്ച ഒരു കണക്ക് നമുക്ക് നോക്കാം. അവിടെ കോൺഗ്രസ് 8 സീറ്റാണ് നേടിയത്, DMK 23 സീറ്റ് നേടി. അന്ന് CPM-നും 2 സീറ്റ്, CPIക്കും 2 സീറ്റ്. DMK മുന്നണിയുടെ ഔദാര്യമായിരുന്നു. അതായത് വോട്ടും കിട്ടി, കാശും കിട്ടി. അതെ 2 കോടി രൂപ 1 കോടി രൂപയൊക്കെ രണ്ടല്ല, 10 കോടിയും 15 കോടിയും അത്രയും കൊടുത്തില്ല. CPIക്കും കൊടുത്തു. അതായത് സീറ്റും കൊടുക്കണം, പൈസയും കൊടുക്കണം. അതെ. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞ്, എന്നാൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള തമാശയുണ്ട്. ഈ DMKക്ക് പണം കൊടുത്തതിൽ സാന്റിയാഗോ മാർട്ടിൻ ഉണ്ട്. സാന്റിയാഗോ മാർട്ടിൻ പണം കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് DMK പണം പറ്റിയിട്ടുണ്ട്. ആ പണത്തിന്റെ ഒരു പങ്കാണ് ഈ CPIക്ക് കിട്ടിയത്. അവർ നേരിട്ട് പിടിച്ചില്ലെന്നുള്ളൂ, വളഞ്ഞു പിടിച്ചു. അതെ. ഈ 38 സീറ്റ് ആണെങ്കിൽ ഇത്തവണ ഈ നമ്മുടെ സർവേ അല്ലെ നമുക്ക് കിട്ടിയ ഈ പറഞ്ഞ ഒപ്പീനിയൻ പോൾ അനുസരിച്ച് എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? അല്ല, തമിഴ്നാട്ടിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിൽ AIDMK കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ മുന്നണിയിലുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് മത്സരിക്കുകയും കുറേ കാലമായിട്ടുള്ള സഖ്യമാണ്. പക്ഷേ വളരെ പെട്ടെന്ന് BJP മനസ്സിലാക്കി, അണ്ണാമലൈ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, ദ്രാവിഡ പാർട്ടികളുടെ ചിറകിന് താഴെയിരുന്നാൽ ഒരിക്കലും പാർട്ടിക്ക് വളരാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർക്ക്, വിശിഷ്യ അണ്ണാമലൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അണ്ണാമലയുടെ പേരിലാണ് AIDMK പിണങ്ങിപ്പോകുന്നത്. അണ്ണാമലൈ ഈ പറയുന്ന പോലെ AIDMK അങ്ങനെയൊന്നും ഇനി സഹിക്കേണ്ട, അവരെ ചുമക്കേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് മണ്ണിൽ ചവിട്ടി നിൽക്കാം എന്ന തരത്തിലേക്ക് അണ്ണാമലൈ ഒരു തീരുമാനമെടുക്കുകയും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ നിർലോഭമായ പിന്തുണ അണ്ണാമലൈക്ക് കിട്ടി. അങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്ക് BJP മത്സരിക്കുകയാണ്. അവിടുത്തെ പിന്നെ ചെറിയ 1-2 പട്ടാളി മക്കൾ കക്ഷികളെ പോലുള്ള ചില തമിഴ്നാട്ടിലെ പരമ്പരാഗത, പിന്നെ നമ്മുടെ ഇയാളുടെ ശരത് കുമാറിൻ്റെ പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടിയൊക്കെ ആണ് BJPയുടെ കൂടെയുള്ളത്. എന്നാലും BJP തന്നെയാണ്. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ BDJസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് തമിഴ്നാട്ടിലെ BJPയുടെ മുന്നണി. എങ്കിലും നമ്മുടെ സർവേ പറയുന്നത് തമിഴ്നാട്ടിൽ BJP അക്കൗണ്ട് തുറക്കും. തമിഴ്നാട്ടിൽ ഇത്തവണ BJPക്ക് 2 സീറ്റുകൾ കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 37 സീറ്റുകൾ. അതിൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് 8 സീറ്റുകളെന്നാണ് നെറ്റിസൺ നെറ്റ്വർക്ക് ABC ചാനലിന് വേണ്ടി നടത്തിയ സർവേയുടെ ഫലം പറയുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ NDAക്ക് 2 സീറ്റുകളാണ് ലഭിക്കുക. 39 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ അവരുടെ ഡൽഹി പിടിക്കാനുള്ള യാത്ര ആരംഭിക്കും. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കനിമൊഴിയെയും രാജയെയും ഒക്കെ മന്ത്രിമാരാക്കാനുള്ള നീക്കം, എന്തിന് വേണ്ടി വന്നാൽ DMKയും CPM-ഉം മുസ്ലിം ലീഗും CPIയും എല്ലാം കൂടെ ചേർന്നൊരു കുറുമുന്നേ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന പ്രാദേശിക പാർട്ടിയായിട്ട് DMKക്ക് മാറിയാൽ ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള മോഹം പോലും സ്റ്റാലിൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് 37 സീറ്റുകൾ
ഈ ഇന്ത്യ മുന്നണിക്ക് DMK മുന്നണിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് നമ്മുടെ സർവേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്തത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലാണ് 80 സീറ്റുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ തന്നെയും ഏതാണ്ട് 60 സീറ്റിന് മുകളിൽ BJP നേടിയതാണ്. ഇത്തവണ ഒരു 10 സീറ്റ് കൂടെ അധികം നേടുമെന്നൊക്കെയാണ് കരുതിയത്. ഇപ്പം മൊത്തത്തിലൊരു കണക്ക് പറയുകയാണെങ്കിൽ 62 സീറ്റ് BJPക്ക്, അതുപോലെ തന്നെ കോൺഗ്രസിന് പക്ഷേ അവിടെ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഈ SP BJP BSP കൂടെ ഒരുമിച്ച് നിന്ന് 6 സീറ്റ് നേടുകയും ചെയ്തു. ഇത്തവണ UPയിലെ ഒരു മുന്നേറ്റം ആർക്കായിരിക്കും? അല്ല, UPയെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല. UPയിൽ വലിയ തോതിൽ സർക്കാരിന് BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡുണ്ട്. ഒന്ന്, UP ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു സംസ്ഥാനമായിരുന്നു. നമ്മുടെ കേരളത്തിൽ പറയുന്ന ആളുടെ കുപ്രസിദ്ധിയല്ല ഞാൻ പറഞ്ഞത്. അവിടുത്തെ ആൾക്ക് തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഏറ്റവും കൂടിയ സ്റ്റേറ്റുകളിലൊന്നായിരുന്നു. ഗുണ്ടകളുടെ രാജായിരുന്നു. ഗുണ്ട രാജ് അവസാനിപ്പിക്കാൻ UPയിലെ BJP സർക്കാരിന് കഴിഞ്ഞു. യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് എടുക്കുന്ന വളരെ കടുത്ത നടപടികൾ, അതിനെയൊക്കെ ചിലപ്പോൾ അപലപിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് സമാധാനപരമായി ജീവിക്കാം. അതുകൊണ്ടാണ് ബുൾഡോസർ ബാബ എന്നുള്ള പേര് ഇവിടെ പരിഹാസമാണെങ്കിൽ UPയിൽ അതൊരു ആദരവിൻ്റെ സൂചകമാണ്. അതായത് സാധാരണ ജനങ്ങൾക്ക് അതൊരു വലിയ വിശ്വാസവും ആശ്രയവുമാണ് ബുൾഡോസർ ബാബ. അങ്ങനെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണ മികവിൽ സംതൃപ്തമായി കഴിയുന്ന ഒരു ജനതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഒരു തരംഗമല്ല, വികാരമല്ല എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ ആളുകളെക്കുറിച്ച് നമുക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് UPയിൽ ഉണ്ടാകും എന്നാണ് നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേ സൂചിപ്പിക്കുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ UPയിൽ എത്ര കിട്ടും BJPക്ക്, എത്ര കിട്ടും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എന്ന് ഈ സർവേയുടെ റിസൾട്ട് നമ്മുടെ പ്രേക്ഷകർക്കായി പറയാം. NDAക്ക് 75 സീറ്റുകൾ കിട്ടും. ആകെയുള്ള 80 സീറ്റുകളിൽ 75 സീറ്റുകളും NDA മുന്നണിക്ക്. അതായത് BJPക്ക് 70 സീറ്റ്, കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് ഒറ്റ സീറ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. എനിക്കത് കമൽനാഥിൻ്റെ മകൻ മത്സരിക്കുന്ന ഒരു സീറ്റാണോ എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മുടെ സർവേയിൽ പറയുന്നത് അത് വിശ്വസിക്കാതെ തരമില്ല. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് പറയുന്നത്. ആ ഒറ്റ സീറ്റ് കൊണ്ട് കോൺഗ്രസ് UPയിൽ ഉത്തർപ്രദേശിൽ തൃപ്തിപ്പെടേണ്ടി വരും. BJP വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. 75 സീറ്റുകളുമായി BJP പിടിച്ചെടുക്കും. UP നേടുന്നവർ ഇന്ത്യ നേടുമെന്നാണ് പൊതുവിൽ പറയാറുള്ളത്. അവിടെ ഒരു ഇരട്ട എഞ്ചിനാണെന്ന് പറയാം. ഒരു സൈഡിൽ യോഗി ആദിത്യനാഥുണ്ട്, മറു സൈഡിൽ മോദിയുടെ ഒരു പ്രഭാവമുണ്ട്. എന്തായാലും ആ ഒരു മുന്നേറ്റം ഏതായാലും UP ചരിത്രം ആവർത്തിക്കുകയല്ല, ചരിത്രം തിരുത്തി വലിയൊരു സമ്മാനം നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും നൽകുന്നുവെന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പുതുചരിത്രമായിരിക്കും. അപ്പോൾ നമ്മളീ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് പോൾ ചെയ്ത ആളുകളുടെ പോലും അഭിപ്രായം, ഇന്ന് വാരണാസി അടക്കം നരേന്ദ്രമോദിയുടെ മണ്ഡലം അടക്കം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയ ദിവസമാണ്. ഇന്നത്തെ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പൾസ് അറിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സർവേ പൂർത്തീകരിക്കുന്നത്. ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എനിക്ക് പറയാനുള്ളത് വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാൾ. അത് വളരെ കാര്യമായ ഒരു സാധനം തന്നെയാണ്. അതെ, 42 സീറ്റുള്ള ഇന്ത്യ ഭരിക്കണമെന്ന് UP കഴിഞ്ഞാൽ ഒരുപക്ഷെ തീരുമാനിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ബീഹാറും ബംഗാളും തമിഴ്നാടും ഒക്കെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ബംഗാളിലെ സ്ഥിതി നമുക്കറിയാം. ബംഗാളിൽ BJP കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റുകളാണ് നേടിയത്. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുണ്ടായിരുന്ന BJP 77 സീറ്റുകൾ നേടി. BJP ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയായിരുന്നു 35 വർഷം അവിടെ ഭരിച്ച ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് പതുക്കെ അവരുടെ ഡിക്ലൈൻ, അവരുടെ വീഴ്ച ആരംഭിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. പതുക്കെ അവരുടെ സീറ്റെണ്ണം കുറഞ്ഞ്, ആളുകളുടെ സ്വാധീനം കുറഞ്ഞ്, ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് കുറഞ്ഞ് പാർട്ടി തന്നെ തകർന്നു പോയ ഒരു ചരിത്രം നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് CPM വരുന്നത്. അതേ CPM 35 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അവരും ഇല്ലാണ്ടായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊരുതിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ കൊടിയോടൊപ്പം കൂട്ടിക്കെട്ടിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് പോലും. ബംഗാളിലിപ്പോൾ ഇങ്ങനെ 3 മുന്നണികളാണ്. BJPയും TMCയും CPM ചേർന്ന കോൺഗ്രസ് മുന്നണികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കോൺഗ്രസ്സിൽ ഈ നന്ദിഗ്രാം, സിംഗൂർ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് CPMന് വലിയ തോതിൽ
അടിത്തറ ഇളകിയത്. വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവിടെ നടന്ന പോലീസ് നിരനായാട്ട് കൊലപാതകങ്ങളൊക്കെ വന്നിട്ടാണ് മമതാ ബാനർജിയെ ബംഗാളിൽ ജനങ്ങൾ നെഞ്ചേറ്റിയത്. ഇപ്പോൾ അതിന് സമാനമായി സന്ദേശ് കാലിയെ തുടർന്ന് രേഖാപത്ര, ആ കൂട്ടത്തിൽ ഒരു വിക്റ്റിമായിരുന്ന രേഖാപത്ര സന്ദേശ് കാലിയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ നിന്നുള്ള വീട്ടമ്മമാർ അവരൊക്കെ തങ്ങൾക്ക് നേരിട്ട തങ്ങളുടെ ജീവനും മാനത്തിനും, ഇപ്പോൾ മാരീചാവി കൂട്ടക്കൊലയൊക്കെ CPM-കാർ നടത്തിയ സുന്ദർബൻ മേഖലയുള്ള സ്ഥലമാണ്. എത്രയാണ് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടി 100 കണക്കിന് ആളുകളെ മാരീചാപ്പിയിൽ. അതുപോലെ ആ സുന്ദർബൻ മേഖലയിലുള്ള സന്ദേശ് കാലിയിൽ പെണ്ണുങ്ങളെ ഓരോ ദിവസവും വീടുകളിൽ നിന്ന് വന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക, റേപ്പ് ചെയ്യുക, അവരുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കുക, ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന കുപ്രസിദ്ധരായ TMCയുടെ നേതാക്കന്മാർ. അങ്ങനെ ജനങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി എത്തി. അഴിമതി, അധികാര ദുർപ്രമത്തത, കിരാത വാഴ്ചയാണ് ബംഗാളിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ മമതയെ കൊണ്ട് അല്ലെങ്കിൽ ഈ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് അവിടെ പൊറുതിമുട്ടി തുടങ്ങി. മമതയെ കൊണ്ട് മമത നിസ്സഹായാണ്. നമ്മൾ പറയാറുണ്ട് ഒരു നേതാവ് നല്ല നേതാവാകുന്നത് അണികളെ തൻ്റെ ഇച്ഛയ്ക്ക് ചലിപ്പിക്കാൻ കഴിയുമ്പോഴാണ്. പക്ഷേ അങ്ങനെയല്ല, അവിടെ അണികളുടെ ഇച്ഛയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മമത. മമതയ്ക്ക് ഒരു മോബിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അക്രമാസക്തരായ ഈ ഹൂളിഗൻസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് അവർ ചെയ്യുന്നതിനെയൊക്കെ ശരിവെച്ച് അവർക്കൊപ്പം വായ്ത്താരി പാടി നിൽക്കാൻ കഴിയുന്ന നിസ്സഹായായ ഒരു മമത കൂടിയുണ്ട്. മമത വിചാരിച്ചാൽ, മമത ഈ അക്രമികളെ, ഈ ഗുണ്ടകളെ ഒക്കെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചാൽ അവർ മമതയ്ക്കെതിരെ തിരിയും. CPM-ന് സംഭവിച്ച അങ്ങനെയാണ്. അവർ മമതയെ വിട്ട് അടുത്ത പാർട്ടിയിലേക്ക് ചേക്കേറും. ഒരുപക്ഷെ BJP-യിൽ പോലും അവർ ചേർന്നേക്കാം. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഏതായാലും ബംഗാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന് വളരെ പ്രധാനമുണ്ട്. കാരണം BJP-ക്ക് പ്രതിപക്ഷം പറയുന്ന ഈ ഇന്ത്യ മുന്നണിയൊക്കെ പറയുന്ന മഹാരാഷ്ട്ര, ഇപ്പോൾ ശരത് പവാറിൻ്റെ പാർട്ടി വളർന്നു, ശിവസേന വളർന്നു. പക്ഷേ അവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. NDA-ക്ക് അവരുടെ മുന്നണിക്കകത്ത് തന്നെ ഒരു കെട്ടുറപ്പുണ്ടാക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടെന്ന് പൊതുവിൽ പറയുന്നുണ്ട്. ശരിയാണ്, അവിടെ മുന്നണിക്കകത്ത് ഒരു മുറുക്കം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പായിട്ടും പല ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ആ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ BJP-ക്ക് സീറ്റുകൾ നഷ്ടപ്പെടും. ഒരു കണക്കെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ച എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും 5ഉം 10ഉം സീറ്റുകൾ വീതം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തിട്ട് ഇത്രയും സീറ്റുകൾ പോയാൽ BJP എങ്ങനെ തിരിച്ചു വരും എന്ന് ചോദിക്കുന്ന ആളുകൾ വളരെ വ്യാപകമാണ്. കോൺഗ്രസ്സുകാരാണ്. ഗുജറാത്തിൽ ഇത്ര പോവും, UP-യിൽ ഇത്ര പോവും, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 29 സ്റ്റേറ്റുകളിൽ നിന്നും ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 100 സീറ്റ് പോകത്തില്ല. പിന്നെ എങ്ങനെ BJP വരും എന്നുള്ള ഒരു ലോജിക്കാണ് പൊതുവെ ഒരു ക്യാമ്പയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ചിലരൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മുഴുവൻ സീറ്റ് കിട്ടുമോ, കുറച്ചൊക്കെ പോകത്തില്ലേ എന്നൊക്കെ സ്വാഭാവികമായും സംശയിക്കുന്ന നിഷ്കളങ്കരുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ സംഭവിക്കുന്ന സീറ്റുകൾ, അങ്ങനെ സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ BJP കണ്ടിരുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട്, ഒരു പ്ലാൻ ബി. ആ പ്ലാൻ ബി ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കും ബംഗാളെന്ന് വളരെ മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ സർവേ പറയുന്നത്. ഞെട്ടിക്കുന്ന ഒരു പ്രവചനമാണ് ബംഗാളിനെ സംബന്ധിച്ചുള്ളത്. ബംഗാളിലുള്ളത് 42 സീറ്റുകളാണ്. അതിൽ NDA മുന്നണി, BJP മുന്നണി 27 സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. 18 എന്നുള്ളത് 27ആയി, 9 സീറ്റുകൾ അധികം നേടിയെടുത്ത്, അതായത് തൃണമൂലിൻ്റെ അടിവേരിളക്കുന്നു. അതായത് ഒരുപക്ഷെ മമതാ യുഗം ഇതിൽ പറയുന്ന പ്രവചനം ശരിയായി വരികയാണ്. മമതാ യുഗം അവസാനിക്കുകയാണ് ബംഗാളിൽ. മമതയിൽ TMCയുടെ കൊടിയിറക്കം ആരംഭിച്ചു. 27 സീറ്റുകൾ ബംഗാളിൽ NDA നേടുമെന്ന് പറയുന്നു. കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്ന ഒറ്റ സീറ്റാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നേരെ വരേണ്ടത് ആന്ധ്രയിലേക്കാണ്. ഈ ആന്ധ്രയിൽ YSR കോൺഗ്രസിൻ്റെ ഒരു പടയോട്ടമൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രയുടെ ഒരു അവസ്ഥ എന്താണ്? അല്ല, ആന്ധ്ര ഈ പറഞ്ഞ പോലെ തെലങ്കാനയും ആന്ധ്രയാണ് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന മറ്റ് 2 സംസ്ഥാനങ്ങൾ. അത് പ്ലാൻ ബി, നേരത്തെ പറഞ്ഞ ബംഗാൾ പോലെയുള്ള പ്ലാൻ ബി. തെലങ്കാനയിലെ കാര്യങ്ങളിൽ വരാം. നമുക്ക് ആന്ധ്രയെക്കുറിച്ച് സിനു പറഞ്ഞുകൊണ്ട് ആന്ധ്ര തന്നെ നോക്കാം. ആന്ധ്രയിൽ 25 സീറ്റുകളാണുള്ളത്. 25 സീറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിഗർ അത് ഈ YSR കോൺഗ്രസ് ആണ്ട് 22 സീറ്റാണ് നേടിയത്. അന്ന് ഈ ജഗൻമോഹൻ്റെ ഒക്കെ ഒരു വലിയ പ്രഭാവം, പുള്ളിയുടെ ഒരു നിലപാട്, ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. അക്കാലത്ത് ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു?
ചന്ദ്രബാബു നായിഡു ഒരു ബി ജെ പിയുടെ ബദ്ധവൈരിയാണല്ലേ? അതെ അതെ, ഒരു ശത്രുവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. ദില്ലി ഇന്നിപ്പോൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ കണ്ടപ്പോൾ ദില്ലി പോയിട്ട് കൈപൊക്കി പിടിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. അതെ, ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലേക്ക് ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നതിൻ്റെ സൂചനകളാണ് വരുന്നത്. TDPക്ക് 3 സീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സർവേ ഫലം അനുസരിച്ച് ആന്ധ്രാപ്രദേശിലെ ഒരു നില എന്തായിരിക്കും? ആന്ധ്രാപ്രദേശും ഈ സർവേ അനുസരിച്ചാണെങ്കിൽ BJPക്ക് പടക്കം പൊട്ടിക്കാനുള്ള റിസൾട്ടാണ്. NDAക്ക് നെറ്റ്സൺ നെറ്റ്വർക്ക് പറയുന്ന സീറ്റുകൾ ആന്ധ്രാപ്രദേശിൽ 18 സീറ്റുകളാണ്. 25ൽ 18 സീറ്റുകൾ നേടും. എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമല്ലെന്ന് വരുത്തി തീർക്കുന്നുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം. തീർച്ചയായും. മാത്രമല്ല അവിടെ ഭരണമാറ്റം ഉണ്ടാകാൻ പോവാണ്. പുതിയ സർക്കാർ രൂപീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ പോവുകയാണ്. 18 സീറ്റുകൾ എന്ന് പറയുന്നത് NDAക്ക് സർക്കാർ രൂപീകരിക്കാൻ സഹായിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബംഗാളാണെങ്കിൽ മറ്റൊന്ന് ആന്ധ്രയാണ്. നേരത്തെ പറഞ്ഞ ഈ പ്ലാൻ ബി അല്ലേ? അതെ, അവിടെ BJPക്ക് 3 സീറ്റ് കിട്ടും. ബാക്കി 15 സീറ്റുകൾ ഘടകകക്ഷിക്ക് കിട്ടും. രണ്ടും കൂടെ ചേർന്ന് 18 സീറ്റുകളുമായി 25ൽ 18 സീറ്റുകളുമായി NDA മുന്നണി ആന്ധ്രാപ്രദേശ് പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആന്ധ്രയുടെ കൂടെയുള്ളതല്ലേ തെലങ്കാനയുടെ കാര്യം പറഞ്ഞാൽ തെലങ്കാനയിൽ BJP കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് കിട്ടിയിരുന്നു. കോൺഗ്രസിന് അവിടെ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. TRSന് 2 സീറ്റുണ്ട്. ഇത്തവണ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തെലങ്കാന. ഉറപ്പായും അത് ശരിവെക്കുന്നതാണ് നമ്മുടെ സർവേ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ കട്ടിംഗ് സൗത്ത് ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, BJP ചാണകസംഖ്യകൾ തെക്കോട്ടില്ല, കർണാടകയിൽ മാത്രം അബദ്ധവശാൽ വന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വലിയ മറുപടിയാണ് ആന്ധ്ര കൊടുക്കാൻ പോകുന്നത്. ആന്ധ്രയും തെലങ്കാനയും കൊടുക്കാൻ പോകുന്നത്. BJP തെലങ്കാനയിൽ 10 സീറ്റുകൾ നേടും. ഞെട്ടിക്കുന്ന കണക്കാണല്ലോ അത്. 10 സീറ്റുകളുമായി BJP തെലങ്കാന പിടിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് ആകെയുള്ളത് 17 സീറ്റുകളാണ്. അതെ, അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് 4 സീറ്റുകൾ, മറ്റുള്ളവർക്ക് കിട്ടാൻ പോകുന്നത് 3 സീറ്റുകളാണ്. അപ്പം ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? ഇപ്പം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ കാര്യത്തിലാണ്. ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. കർണാടക കഴിഞ്ഞ തവണ 25 സീറ്റാണ് BJP അവിടെ നേടിയത്. JDSന് 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസിനും 1 സീറ്റേ ഉണ്ടായിരുന്നു. 28 സീറ്റുകൾ ആകെയുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു BJPക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വല്ല കണക്കൂട്ടലുകളുണ്ടോ? അല്ല, BJPക്ക് കർണാടക BJP കഴിഞ്ഞ പ്രാവശ്യം കയ്യിലിരിപ്പോണ്ട് തോറ്റുപോയ സംസ്ഥാനമല്ലേ. BJP എന്തൊക്കെ യെദ്യൂരപ്പയെ മാറ്റി, ഷെട്ടറെ പോലെയുള്ള ആളുകളെ പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെയുള്ളത് അവിടുത്തെ സർക്കാരിനെതിരെ വ്യാപകമായ അഴിമതി ആരോപണം ഉണ്ടായി. അങ്ങനെ ഒരു വലിയ കഴിവൊന്നുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ BJPക്ക് ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഭരണം പോയ എന്നുള്ള BJPക്കാരാണ് BJP തോൽപ്പിച്ചത് അല്ലേ, അല്ലാതെ DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും ഇവർ രണ്ടുപേരെയും കർണാടക ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല, അവിടെ കോൺഗ്രസിൻ്റെ മികവുകൊണ്ടുമല്ല, അതെല്ലാവർക്കും അറിയാം. നിഷ്പക്ഷമായ രാഷ്ട്രീയം പറയുന്ന എല്ലാവർക്കും അറിയാം. കർണാടക BJP കളഞ്ഞു കുളിച്ച സ്റ്റേറ്റാണ്. പക്ഷേ എങ്കിൽ പോലും BJPക്ക് അനുകൂലമായി വലിയ, പ്രത്യേകിച്ച് BJPക്ക് മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ സ്വാധീനമുള്ള, വലിയ ആരാധക വൃന്ദമുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് കർണാടക. പിന്നെ ഒരു ഹിന്ദു കോസിന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. അപ്പോൾ ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ വിവാദം. അപ്പോൾ അതിനകത്ത് നോക്കൂ, ഒരു ഇയാൾ പ്രജ്വലുമായി ബന്ധപ്പെട്ട് അയാൾ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, മാനഭംഗപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെയൊന്നും നമുക്ക് ഒരു കാലത്ത് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു മനുഷ്യൻ 3000-ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു, എന്നിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത്, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഘട്ടമാകുന്നതിന് മുമ്പ് എല്ലാ പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ പെൻ ഡ്രൈവുകൾ വാരി വിതർന്നു. അപ്പോൾ ഇതിനകത്തൊരു ഒരു ഗൂഢാലോചന. ഇപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, അത് അന്വേഷണം തെളിയിക്കട്ടെ. പക്ഷേ അയാൾ സ്വകാര്യമായി സൂക്ഷിച്ച ഈ പെൻ ഡ്രൈവുകൾ എങ്ങനെയാണ് അതിലെ ദൃശ്യങ്ങളടങ്ങുന്ന 1000-കണക്കിന് 10,000-കണക്കിന് പെൻ ഡ്രൈവുകൾ കർണാടകയുടെ പല ഭാഗത്തും എത്തിയത്? കൃത്യമായ രാഷ്ട്രീയ കൃത്യമായ ഒരു ഗൂഢാലോചന അതിനകത്തുണ്ട്. അത് ഇപ്പോൾ രേവണ്ണയൊക്കെ പറയുന്ന വാദം ഇതിൽ പല വീഡിയോകളും മോർഫ്ഡാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി അറിയണം. അന്വേഷണം നടക്കുകയാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കാർക്കും നമ്മൾ അനുകൂലമല്ല. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ദേവഗൗഡ തള്ളി പറഞ്ഞു, നരേന്ദ്രമോദി തള്ളി പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ BJPക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല. JDU എന്ന് പറഞ്ഞ പാർട്ടി
ഈ പറഞ്ഞ പോലെ ജനതാദൾ, നമ്മുടെ കുമാരസ്വാമിയുടെ ജനതാദൾ എന്ന് പറയുന്നത് എക്കാലത്തും ബി ജെ പിക്ക് ഒരു ബാധ്യതയായിരുന്നു. കാരണം ബി ജെ പിയുടെ കൂടെ ഒന്ന് മത്സരിച്ചിട്ട് മറുകണ്ഠം ചാടി പോവുക, പിന്നെ ഇപ്പുറത്ത് വരിക, ഇങ്ങനെ ഒരു വല്ലാത്തൊരു വിഴുപ്പ് ചുമക്കേണ്ടുന്ന അവസ്ഥ ബി ജെ പിക്ക് കർണാടകയിലുണ്ട്. പക്ഷേ ബി ജെ പിക്ക് അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെച്ചാണ്. സ്വന്തം പാർട്ടിയെ ശിഥിലീകരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കാർ തന്നെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ ബി ജെ പിക്ക് സ്ഥിതി വന്നത്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ അശ്ലീല വീഡിയോ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം പകുതിയിലേറെ സീറ്റുകളുടെ തെരഞ്ഞെടുപ്പിനെ അത് ബാധിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിലും ഇത് അത്ര കാര്യമായി ഏശിയിട്ടില്ല എന്നാണ് കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. 28 സീറ്റുകൾ ഉണ്ട്. അതിൽ 23 സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നാണ് പറയുന്നത്. രണ്ട് സീറ്റുകളാണ് കുമാരസ്വാമിയുടെ പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ 25 സീറ്റുകളുമായി കർണാടകയും മല പോലെ NDAയുടെ ഒപ്പം നിൽക്കുമെന്ന് ഈ സർവേ പറയുന്നു. ഇനി അടുത്തൊരു സ്റ്റേറ്റിൽ കടന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 സീറ്റുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സ്റ്റേറ്റായിട്ട് മറ്റു വരും. 17 സീറ്റ് ശിവസേനയ്ക്ക് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ശിവസേന ഉണ്ടായിരുന്ന കാലം മുതൽ ഇപ്പോൾ ഈ ശിവസേനയും NCPയിലും ഒരു ചെറിയ വിഘടനം ഒക്കെ ഉണ്ടായി. അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറി. അതിനു മുമ്പ് വളരെ ശക്തിയായിരുന്നു. ഇപ്പോൾ ആ ശക്തി കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ BJPക്ക് ഏതാണ്ട് 23 സീറ്റ് അവിടെ ലഭിച്ചത്. ഇത്തവണയും BJPക്ക് കിട്ടുന്ന 23 സീറ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പകരം ഈ പറയുന്ന ശിവസേനയിലുണ്ടായ ഒരു സ്പ്ലിറ്റ് അത് അവരെ ബാധിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ NDA എന്ന് പറയുന്ന ഘടകകക്ഷിയെ ബാധിച്ചേക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ വരുന്നത്, അതോ ഈ പറയുന്ന പ്രശ്നങ്ങളില്ലാതെ? BJPക്ക് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. BJPയെ സംബന്ധിച്ച് 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ശിവസേനയുടെ ഒരു വിഭാഗം, ഷിൻഡെ വിഭാഗം BJPയോട് നിൽക്കുന്നു. അജിത് പവാറിൻ്റെ NCP നിൽക്കുന്നു. ഈ രണ്ട് പാർട്ടികളിൽ യഥാർത്ഥ പാർട്ടി ഏതാണ് എന്ന് തെളിയിക്കപ്പെടാൻ, യഥാർത്ഥ NCP ഏതാണ്, യഥാർത്ഥ ശിവസേന ഏതാണെന്ന് ഇലക്ഷൻ കമ്മീഷനൊക്കെ യഥാർത്ഥ ശിവസേനയും ചിഹ്നവും ഒക്കെ ഷിൻഡെക്ക് കൊടുത്തെങ്കിലും ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കൊപ്പം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്നുള്ള ഒരു തർക്കമില്ല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒന്നും മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടില്ല. ഘടകകക്ഷികൾക്കാണ് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ BJPയെ ബാധിച്ചുകൂടായികയില്ല. എങ്കിൽ പോലും നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേ പ്രകാരം BJPക്ക് മഹാരാഷ്ട്രയിൽ 20 സീറ്റുകൾ കിട്ടും. 20 സീറ്റുകൾ. NDAക്ക് മുന്നണി എന്ന നിലയിൽ 30 സീറ്റുകൾ കിട്ടും. അപ്പോൾ മഹാരാഷ്ട്ര മൊത്തം തകർന്നടിഞ്ഞ് BJPയുടെ അഡ്രസ്സില്ലാതാക്കപ്പവും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന സ്റ്റേറ്റായി മഹാരാഷ്ട്ര മാറുമെന്നുള്ള പ്രവചനം തെറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. മഹാരാഷ്ട്രയും 48-ൽ 30 സീറ്റുകളും നൽകി മോദിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് പറയുന്നു. കോൺഗ്രസ്സിന് അവിടെ ഇന്ത്യ മുന്നണിക്ക് അവിടെ കിട്ടാവുന്നത് പരമാവധി 18 സീറ്റുകളാണ്. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ BJP കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് BJP മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഉദ്ധവ് താക്കറെക്ക് കുറച്ച് ഈ പറയുന്ന സഹതാപ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുംബൈയിൽ നിന്ന്, അതുപോലെ തന്നെ താനെയിൽ നിന്ന് ഇതൊക്കെ നേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാജ് താക്കറെയുടെ നവനിർമ്മാണ സേനയെ BJP കൃത്യമായി കൂട്ടുപിടിക്കും. രാജ് താക്കറെ ഒരുപാട് യോഗങ്ങൾ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരുന്നു. ശിവസേനയുടെ പോക്കറ്റുകളിലൊക്കെ കാര്യമായി ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല ഹിന്ദു വിഷയങ്ങളിൽ ഉദ്ധവ് താക്കറെക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മനംമാറ്റമുണ്ട്. ഈ മനംമാറ്റത്തെ വലിയ തോതിൽ ഉയർത്തി കാണിക്കാൻ രാജ് താക്കറെക്ക് കഴിയും. നേരത്തെ ബാൽ താക്കറെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു പ്രസംഗ ശൈലി, എൻ്റെ ഒരു അടുത്ത അനന്തരാവകാശി രാജ് താക്കറെയാണെന്ന തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം ഹാർഡ് കോർ ഹിന്ദു പൊളിറ്റിക്സിൽ നിന്ന് പിന്നാക്കം പോയ ഒരു ഉദ്ധവനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ CAAയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ സംവരണത്തിൻ്റെ, മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സജീവ ചർച്ചാ വിഷയമാണ്. ഇക്കാര്യത്തിലൊക്കെ ഉദ്ധവന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. എന്തിന്, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ഉദ്ധവ് താക്കറെ നിസ്സഹായനായിപ്പോയി. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു വലിയ സിംഹത്തിന് ഒരു കഴുതപ്പുലി ഉണ്ടായിപ്പോയി എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ഉദ്ധവ് താക്കറയുടെ അവസ്ഥ എന്ന് മഹാരാഷ്ട്രയിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഇത് 2014 മുതൽ തന്നെ ഈ മനംമാറ്റം കണ്ടതുകൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ കൃത്യമായി അന്ന് മുതൽ BJPയുടെ പക്ഷത്തേക്ക് എത്തി. അതെ, ശിവസേന അവിടെ ഭയപ്പെടുന്നു. അങ്ങനെയാണ് ശിവസേന BJPയായിട്ട് ഒന്നിച്ചെന്ന് പോകുമ്പോൾ സ്വാഭാവികമായി ശിവസേനയുടെ അണികളും വോട്ടും BJPയിലേക്ക് മാറിപ്പോകുന്നു.
പാർട്ടികളിൽ തൻ്റെ പാർട്ടി ക്ഷീണിക്കുന്നു. ഇത് നിതീഷിന് മുമ്പ് ബീഹാറിൽ തോന്നിയ ഒരു പ്രശ്നമായിരുന്നു. അതിനകത്ത് കുറേ വാസ്തവ ഇല്ലാതില്ല. കാരണം BJP ആയി മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിക്ക് കുറേ കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് BJP തന്നെ ആയിക്കൂടാ, ഒരു പ്രോക്സി ആയിട്ട് നിൽക്കേണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും മഹാരാഷ്ട്ര BJPക്കൊപ്പമാണ്, NDA മുന്നണിക്കൊപ്പമാണ്. 30 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് NDA മുന്നണിക്ക് ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. അടുത്ത ഏത് സ്റ്റേറ്റിലേക്കാണ് പോവുക ഈ സർവേ അനുസരിച്ച്? അടുത്ത നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നോർത്ത് ഈസ്റ്റ് വരുന്ന. പക്ഷേ കേരളം അതൊന്നും കേരളം നമുക്ക് പറയാം. അല്ല, നമ്മുടെ പ്രേക്ഷകരിങ്ങനെ കേരളം ആദ്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ നമ്മളെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേറെ നമ്മളെ സ്വിച്ച് ചെയ്ത് വേറെ ചാനലിലേക്ക്. അപ്പോൾ ഒരു ആകാംക്ഷ നിലനിർത്താൻ വേണ്ടി ഏതായാലും നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. മറ്റേ ഒരുപാട് ഗീർവാണങ്ങളില്ല, നമുക്ക് പരസ്യങ്ങളില്ല. ABC വളരെ പെട്ടെന്ന്, നമ്മളിപ്പോൾ പകുതിയോളം സ്റ്റേറ്റുകളായി കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾക്ക് നേരെയില്ല, കണക്ക് പറഞ്ഞ് പോകുന്നു. അതെ, ഓക്കെ. നമുക്ക് മണിപ്പൂരിലേക്ക് പോകാം. ഓക്കെ. മണിപ്പൂർ ഈ പറഞ്ഞ പോലെ മണിപ്പൂർ എല്ലാവരും പറയുന്ന മണിപ്പൂർ പ്രധാനമന്ത്രി എന്ത് പറയുന്നു? പ്രധാനമന്ത്രി പോയില്ല. മണിപ്പൂർ കത്തിയപ്പോൾ, മണിപ്പൂരിൽ കൊലപാതകം നടന്നപ്പോൾ പ്രധാനമന്ത്രി എന്തു പറഞ്ഞു എന്നായിരുന്നു ചോദ്യം. മണിപ്പൂരിലാകെ 2 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ ഒരു BJP സീറ്റ്, അതിലൊരു സീറ്റ് IND മുന്നണിക്ക് പോകും. അങ്ങനെ പോകുമല്ലേ? കോൺഗ്രസ് മുന്നണിക്ക് ഒരു കിട്ടും. എന്നാൽ 2-1 BJPക്ക് തന്നെയാണ്. അതായത് ഒരു സീറ്റ് നിലനിർത്തും. മേഘാലയ അതുതന്നെ. മേഘാലയയിൽ NDAക്ക് ഒരു സീറ്റുണ്ട്, മറ്റുള്ളവർക്ക് മറ്റ് പ്രാദേശിക കക്ഷികൾ. അത് ഈ മറ്റ് പ്രാദേശിക കക്ഷികൾ അതേഴ്സ് എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും. ഈ അതേഴ്സിനെ കുറിച്ച് എനിക്ക് കാര്യം അവസാനം പറയാനുണ്ട്. അപ്പോൾ മേഘാലയയിലെ 2-1 NDA മുന്നണിക്കാണ്, 1 മറ്റുള്ളവർക്ക് പോകും. മിസോറാമിൽ ഈ പറഞ്ഞ പോലെ ഒരു സീറ്റാണ്. ആ ഒരു സീറ്റ് അവിടെ നേരത്തെ MNFനാണ് കിട്ടിയത്. അതാണ്, അതും ഈ പറഞ്ഞ മറ്റുള്ളവർ എന്നുള്ള കാറ്റഗറി അതേഴ്സിന് പോകും. ഇനി സിക്കിമും അവിടെ ഒരു സീറ്റാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ സിക്കിമിന് ഈ പറയുന്ന NDA മുന്നണിയിലായിരുന്നു ആ ഒരു സീറ്റ് കിട്ടുക. ഇപ്പോഴും അത് തന്നെ നിലനിർത്താനായിരിക്കും സാധ്യത, അല്ലേ? അതെ. സിക്കിമിലെ സീറ്റ് ഈ പറഞ്ഞ പോലെ അത് ഈ മറ്റുള്ള അതേഴ്സിന് പോകും. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഉത്തരാഖണ്ഡിലേക്ക് നോക്കാം. ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളാണുള്ളത്. ഈ 5 സീറ്റും BJP നിലനിർത്തും. NDA മുന്നണിക്ക് ഉത്തരാഖണ്ഡിൽ കിട്ടാൻ പോകുന്നത് 0. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായ 5 സീറ്റും അതുപോലെ നിലനിർത്താൻ BJPക്ക് സാധിക്കും. അതാണ്, ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ വർഷം 5 വർഷക്കാലം ഒരു ജനങ്ങളുടെ എതിർപ്പുമില്ലാതെ ജനങ്ങളുടെ അംഗീകാരം നേടി 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു സാധനമില്ല. 5 സീറ്റും BJPക്ക് കൊടുക്കാനാണ് ഉത്തരാഖണ്ഡ്. ഇനി നമുക്ക് ബീഹാറിലേക്ക് പോയാലോ? ബീഹാർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ പെട്ടതാണ്. അപ്പോൾ അവിടെയും ഒരു കടുത്ത മത്സരമാണ് നടക്കുന്നത്. BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് പറയപ്പെടുന്നതാണ്. കഴിഞ്ഞ തവണ BJP 12 സീറ്റാണ് ഈ 40 സീറ്റിൽ അവിടെ നേടിയത്. BJP ഒറ്റയ്ക്ക് നേടിയത്. ഇത്തവണ ഒറ്റയ്ക്ക് BJP അതിൽ കൂടുതൽ നേടുമെന്ന് പറയപ്പെടുന്നു. എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? അല്ല, ഞാൻ ഇന്ന് രാവിലെ ഒരു നമ്മുടെ സിനിമ അറിയില്ല, നമ്മുടെ പിള്ളച്ചേട്ടൻ രാവിലെ വിളിച്ചു. വിളിക്കുന്നത് 7 മണിക്കാണ്. അദ്ദേഹം 7:30 മണിയായപ്പം വോട്ട് ചെയ്യാൻ ഇറങ്ങി. എന്നോട് പറയാണ് കടുത്ത ചൂടാണ്, 7:30 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. രാവിലെ 7:30 മണിക്ക്. അദ്ദേഹം ഒരു ബൂത്ത് ഏജൻ്റാണ് അവിടുത്തെ. അദ്ദേഹം പറഞ്ഞു അസഹ്യമായ ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പം വല്ലാതെ പോളിങ്ങിനെ ചൂട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ മോദിയോടുള്ള എതിർപ്പ് കൊണ്ട് ആളുകൾ വോട്ട് ചെയ്യാൻ പോകത്തൊന്നുമല്ല. മോദി എന്ത് വന്നാലും മോദി അധികാരത്തിൽ വരും. അതുകൊണ്ട് മോദി ജയിച്ചോളും എന്നുള്ള, ഞങ്ങൾ പോയില്ലെങ്കിലും ജയിച്ചോളും എന്നുള്ളൊരു തോന്നൽ, അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഉത്തരേന്ത്യയിലെ ചൂട് രാവിലെ 7 മണിക്കും 8 മണിക്കും, നമ്മുടെ ഇവിടെ 1 മണിക്കും 2 മണിക്കും ഉള്ള ചൂടാണ്. അസഹ്യമായ ചൂടിൽ വെന്തുരുകയാണ് ബീഹാർ. അപ്പോഴാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൃത്യമായി അറിയാൻ പറ്റിയത്. അപ്പോൾ 40 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. അവിടെ കോൺഗ്രസിന് 2 സീറ്റ് കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 5 സീറ്റ്, NDAക്ക് 35 സീറ്റ് കിട്ടും. അപ്പോൾ ഈ തേജസ്വി യാദവ് ഇവിടെ കിടന്ന് കുറേ അഭ്യാസമൊക്കെ കാണിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി എന്നാണ് എൻ്റെ BJP അവിടെ നേടാൻ പോകുന്ന 17 സീറ്റുകളാണ്. 18 സീറ്റുകൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടി നേടും. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക്
ഒരു പുതുജീവനാണ്. നിതീഷിൻ്റെ പാർട്ടി മാത്രമല്ല, അത് തെറ്റുണ്ട്, നിതീഷിൻ്റെ പാർട്ടിയല്ല, അവിടെ നമ്മുടെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ഉൾപ്പെടെ LJP ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റ് ഞാൻ എടുക്കുന്നില്ല. NDA മുന്നണിക്ക് 35 സീറ്റുകൾ നേടി ബീഹാറും ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ പിന്നിൽ ബീഹാർ അപ്പം ഞെട്ടിക്കുകയാണ്. ബീഹാർ ഞെട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് കരുതിയ കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ എല്ലാം BJP ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. NDA മുന്നണിയെ തൊടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും നാൾ ഈ പറയുന്ന പോളിംഗ് കുറഞ്ഞ് നിൽക്കുന്നു, അത് BJPക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനകത്തൊന്നും യാതൊരു ഒരു കാര്യമില്ല. ചെയ്ത വോട്ടുകൾ മുഴുവൻ BJPക്കുള്ള വോട്ടുകൾ. ചേട്ടൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എന്തായാലും നരേന്ദ്രമോദി ജയിക്കും, പിന്നെ ഞങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും ഈ പറയുന്ന പോളിംഗ് കുറഞ്ഞു പോയത്. അതെ, എന്തായാലും നരേന്ദ്രമോദി ജയിക്കും, പിന്നെ ഈ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്യാൻ എന്തിനു പോകണം? ഇങ്ങനെയാണ് ചിന്തിച്ചത് ആളുകൾ. BJPക്ക് വോട്ട് ചെയ്യാനുള്ളവരൊക്കെ ഇതിനിടയ്ക്ക് പോയി വോട്ട്. അതായത് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ BJPയുടെ വോട്ടുകളെ കൃത്യമായി ജയിക്കാൻ പറ്റും. മറ്റേവർ എന്തിനു പോകുന്നു? ഈ ചൂട് ഒന്നാമത് കടുത്ത ചൂട്, പിന്നെ എന്തായാലും എനിക്കൊന്നൊരു സൈക്കോളജിക്കൽ അറ്റാക്ക് ഉണ്ട്. കാരണം 400 സീറ്റുകൾ എന്നുള്ള തുടക്കം മുതലുള്ള ക്യാമ്പയിൻ നമ്മൾ ഓർക്കുന്നില്ല. കേരളത്തിൽ LDF വരും, എല്ലാം ശരിയാവും, ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയൊരു ക്യാച്ച് എന്ന് പറയുന്നത് ഇത്തവണ 400 സീറ്റുകൾ എന്നുള്ള ക്യാമ്പയിൻ വലിയ തോതിൽ BJP ഉയർത്തി. പിന്നെ ഇവരൊക്കെ പറഞ്ഞതെന്നറിയോ? അത് പിന്നെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ ആ ക്യാമ്പയിൻ ഉറപ്പിച്ചു, പിന്നെ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, പുതിയ വിഷയങ്ങളാണ്. അപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് 400 സീറ്റുകൾ ഉറപ്പാണെന്നുള്ള ഒരു ടെമ്പോ ഉണ്ടാക്കാൻ BJP വളരെ ഫലപ്രദമായി ശ്രമിച്ചു, വളരെ പ്രാക്ടിക്കലായും ശാസ്ത്രീയമായും ശ്രമിച്ചു വിജയിച്ചു. ഇത് വലിയ റിസൾട്ട് ഉണ്ടാക്കി. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുമെന്ന് നമ്മൾ കാണണം. ഈ പോളിംഗ് ശതമാനം കുറയുമ്പോൾ വേറെ കാര്യമുണ്ട്, വോട്ടർമാരുടെ എണ്ണം കൂടുന്നുണ്ട്. അതെ, പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്, അതുകൂടെ കാണണം. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ വോട്ടർമാരല്ല, അതുകൂടെ കാണണം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കേജ്രിവാൾ നാളെ ഉച്ച 3 മണിക്ക് തിരിച്ച് തീഹാറിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പറയുന്ന ജയിലിലിരുന്നാലും ഭരിക്കും. അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയാൽ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മലപ്പുറം കത്തി മറ്റേതാണ്ട് സാധനമൊക്കെ പറഞ്ഞിട്ടല്ലേ പുള്ളി. അതെ. അപ്പോൾ മലപ്പുറം കത്തിയൊക്കെ മടക്കി അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ കിട്ടിയ ജാമ്യമാണ്. ആ ജാമ്യം കിട്ടിയപ്പോൾ പുള്ളിക്ക് ഓക്കെ ആയി. കോടതി കരുണാമയനായ ന്യായാധിപന്മാർ അദ്ദേഹത്തിന് കരുണയോടെ കൊടുത്ത ജാമ്യം ആസ്വദിച്ച് അദ്ദേഹം നടന്നു. അതിനിടയ്ക്ക് സെക്രട്ടറിയെ അടിച്ച് റൊട്ടിയാക്കി. ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹം നാളെ ജയിലിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുന്നണി ആയിരിക്കും ആശ്വസിക്കുന്നത്, അങ്ങ് പോയല്ലോ എന്ന്. അതെ. അദ്ദേഹത്തിന് എത്ര കിട്ടും? അദ്ദേഹം പറയുന്നത് ഡൽഹി, അവിടെ മാത്രമല്ല, ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. കെജ്രിവാളിനെതിരെ അവിടെ ക്യാമ്പയിൻ നടത്തിയത് BJPയുടെ B ടീമാണ്. ഇവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ഇവൻ മദ്യനയത്തിൻ്റെ പേരിൽ കോടികൾ. മദ്യനയത്തിനെതിരെ ആദ്യം കെജ്രിവാളിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയും കെജ്രിവാളിൻ്റെ പാർട്ടിയും കൂടെ ഒന്നിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 7 സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നു. പലരും പറയുന്നത് മൊത്തം അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ പകുതിയെങ്കിലും BJPക്ക് പോകുന്നതാണ്. പക്ഷേ നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേ പറയുന്നു 7 സീറ്റുകളും BJP ജയിക്കും. അത് വലിയ അത്ഭുതം കണ്ടില്ല. കാരണം 2014-ലും 2019-ലും ഒക്കെ ഈ 7 സീറ്റും BJP സ്വന്തമാക്കിയതല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനകത്ത് വേറൊരു കാറ്റഗറി ആളുകളാണ് ചിന്തിക്കുന്നത്. കാരണം രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പ് കെജ്രിവാളിനെ കൊണ്ടൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. ഒരു തൽക്കാലത്തേക്കൊക്കെ നിന്നു എന്നല്ല, വലിയൊരു അഴിമതി വിരുദ്ധനാണെന്നുള്ള ഇമേജ് സൃഷ്ടിച്ചു. പക്ഷേ ഇതോടുകൂടി തീർന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദില്ലിയിൽ വ്യാപകമായി കടന്ന ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞൊരു വസ്തു സമീപകാലത്ത് കെജ്രിവാളാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ്, പ്രതിച്ഛായ ഒക്കെ വല്ലാതെ ശോഷിച്ചു പോയി. അത് ഈ പറഞ്ഞ ഒരു ഭാവി പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇന്ത്യയിലൊരു പുതിയ അഴിമതിരഹിത പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു ഐക്കൺ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടന്ന ആളുടെ ഒരു ഫേക്ക് മുഖം വല്ലാതെ എക്സ്പോസ്ഡായി. അതായത് അഴിമതി വിരുദ്ധനെന്ന് കാണിച്ചിട്ട് ഒടുവിൽ അഴിമതിയുടെ ഒരു മൂർത്തിമത് ഭാവമായി മാറി. നിർഭയ കേസിൻ്റെ പേരിലൊക്കെ വർത്തമാനം പറഞ്ഞ ആൾ സ്വന്തം സെക്രട്ടറിയെ അതിഭീകരമായി മർദ്ദിച്ചിട്ടും കമാന്നുരിയാടിയിട്ടില്ല. അതിന് 2 വശമുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അടിക്ക് 2 വശമേ. നമുക്ക് നരേന്ദ്രമോദിയുടെ നാട്ടിൽ എന്ത് സംഭവിക്കും നോക്കിയാലോ? തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമല്ലേ. കാരണം ഗുജറാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ എന്താ പറയുന്നത് സന്ദേശം നൽകിയ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ പറയാറുണ്ട്, ഈ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ലബോറട്ടറിയാണ്, പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്ന്. കഴിഞ്ഞ തവണ 26 സീറ്റിൽ 26 സീറ്റ് നേടിക്കൊണ്ടാണ് BJP അവിടെ അശ്വമേധം നടത്തിയത്.
അപ്പോൾ ഇത്തവണ അതെന്തായിരിക്കും വലിയ ഇവിടെ ചാനലിൽ ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ സ്റ്റേറ്റിൽ നിന്നും കുറേ സീറ്റുകൾ കുറയ്ക്കും. BJPക്ക് മഹാരാഷ്ട്ര ഇത്ര കുറഞ്ഞു, എന്നിട്ട് അവർ അവിടുന്ന് 2 ഇവിടുന്ന് 2 അങ്ങനെ കുറച്ചിട്ട് ഒരു 100-150 സീറ്റ് ദാ പോയി BJP പോയി എന്ന് പറയും. ഗുജറാത്തിൽ ഇവർ കുറച്ചിട്ടും കുറയുന്നില്ല. നമ്മുടെ സർവേ പറയുന്നു, നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേയുടെ ഫലം ഞെട്ടിക്കുന്നതാണ്, ഉറക്കം കിട്ടുന്നതാണ്. BJPക്കാരെ നിങ്ങൾ ജാഗ്രത, ഗുജറാത്തിൽ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് 26 സീറ്റുകളും BJP നേടും. 2019 പോലൊക്കെ തൂത്തുവാരി എടുക്കുക, വാരി കൊണ്ടുപോകും. അവിടെ ഒന്നും പറയാനില്ല. ഇനി രാജസ്ഥാൻ്റെ കാര്യം ഒക്കെ നമ്മൾ കടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാര്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലേക്ക് വരാം. നമുക്കിന്ന് ഹരിയാന വരെ പോയാലോ? അത് തീർച്ചയായിട്ടും. കാരണം ഹരിയാന സമരത്തിൻ്റെ കേന്ദ്രമാണ് ഹരിയാനയും പഞ്ചാബും. ഇപ്പോൾ ഹരിയാനയിലെ BJP സർക്കാർ ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് പേര് പാർട്ടി ഒരു ഘടകകക്ഷി വിട്ടുപോയി, സർക്കാർ ഇപ്പോൾ വീഴും. ഇപ്പോൾ പഞ്ചാബിലാണെങ്കിൽ BJP നേതാക്കന്മാരുടെ വീട്ടിലേക്ക് മാർച്ച്. കർഷക സമരത്തിൻ്റെ അടുത്ത ഘട്ടം പ്രഭവ സ്ഥാനങ്ങളിലൊന്നെന്ന് പറയുന്ന ഹരിയാനയിൽ 10 സീറ്റുകളുണ്ട്. BJPയുടെ നില കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു? 10ൽ 10 നേടിക്കൊണ്ട് ഏതാണ്ട് 100% വിജയം നേടി, 100% മേനി പിന്നെ വിതച്ചത് കൊയ്തു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റാണ് ഹരിയാന. അവിടേക്ക് BJPക്ക് ഒരു ഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ആം ആദ്മി പാർട്ടിക്കാർ വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രി മാറ്റിയില്ലേ, ഖട്ടറിനെ മാറ്റി. അത് എന്തുകൊണ്ടാണ് മാറ്റുന്നത്? BJP ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ മറ്റൊരു കാര്യം ഉണ്ടാകുമെന്ന് അതേപോലെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തവരാണ് ഈ രീതിയിലുള്ള വേറെ കാര്യമുണ്ട്. എന്തൊക്കെ ഖട്ടറിനെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റി പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു. മോദി സർക്കാർ വന്നാൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയാവും. കേന്ദ്രമന്ത്രി ആയാലും മുഖ്യമന്ത്രിഷിപ്പിനേക്കാളും വലുതൊന്നുമല്ല എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു BJPക്ക് ഖട്ടറിനെ മാറ്റേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് ഇനി ഒരുപാട് പേരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഹരിയാനയിലുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല ഹരിയാനയിൽ നിന്നുള്ള വിവരങ്ങൾ. ഹരിയാനയിൽ BJPക്ക് പകുതി സീറ്റുകളിൽ നഷ്ടപ്പെടും. അങ്ങനെയുണ്ടല്ലേ? 5 സീറ്റുകൾ ആണ് BJPക്ക് പരമാവധി അവിടെ നിന്ന്. കോൺഗ്രസ് ആണോ അവിടെ? കോൺഗ്രസിന് 5 സീറ്റുകൾ കിട്ടും. ഹരിയാന ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ? നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ ആഘാതം ഏൽക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിലേക്ക് പോകാം. ഹിമാചൽ പ്രദേശൊക്കെ നമുക്ക് ജസ്റ്റ് പറഞ്ഞ് മറിച്ച് വിടേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഹിമാചൽ പ്രദേശിൽ ആകെ 4 സീറ്റാണുള്ളത്. അവിടെ കഴിഞ്ഞ തവണയും BJP 4 സീറ്റ് നേടി. ഇത്തവണയും വലിയ എതിരാളികളൊന്നും ഇല്ല എന്നാണ് പൊതുവെ. 4 സീറ്റ് BJP അവിടെ നിലനിർത്തും. ഹിമാചൽ പ്രദേശും BJP നിലനിർത്തും. മുഴുവൻ സീറ്റുകളും BJP നേടും. മധ്യപ്രദേശ് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 29 സീറ്റുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കൊന്ന് പറഞ്ഞേ. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ BJP 28 സീറ്റിലും വിജയിച്ചു. ആകെ ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ആ ഒരു സീറ്റിൽ തന്നെ ഇത്തവണ അവർക്ക് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സീറ്റിലേ പ്രതീക്ഷയുള്ളൂ. അത് മറികടക്കുമെന്നായിരുന്നു BJP ക്യാമ്പിലുള്ള ഒരു ചർച്ചാ വിഷയം. ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ ചാനൽ ചർച്ച പറയുമ്പോൾ ചില താടിക്കാരൊക്കെ വന്നിച്ച് പറയുന്നത് 10 സീറ്റ് കുറയും. അതെ, ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും പറയും BJP കനത്ത തിരിച്ചടിയാണ് അവർക്ക്. ഒരു സീറ്റ് കുറഞ്ഞായിരുന്നു. അല്ല, ഒരു സീറ്റിലെങ്കിലും മറ്റേവർ കൂടുതൽ പ്രചരണം നടത്തിയാൽ അപ്പോൾ പറയും മധ്യപ്രദേശ്. അപ്പോൾ അതിനുള്ള സാധ്യതയൊന്നും നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേയിൽ കാണുന്നില്ല. BJP 29ൽ 28 സീറ്റുകളും മധ്യപ്രദേശിൽ നേടും. അതായത് കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് നിലനിർത്തും, ഒരു സംശയമില്ല. പക്ഷേ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയാം. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. 2 സീറ്റുകളുള്ള ഗോവ 2 സീറ്റുകളും നഷ്ടപ്പെടും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ ഗോവയിൽ ഈ പറഞ്ഞതുപോലെയല്ല. ഗോവയിൽ ഇടയ്ക്കുണ്ടായിട്ടുള്ള ചില അവിടെയുള്ള പാർട്ടിക്കകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, കുറച്ച് സർക്കാരിനെതിരായുള്ള വികാരം, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഗോവയിൽ 2 സീറ്റുകളും BJP നഷ്ടപ്പെടും. 2ഉം ഇന്ത്യ മുന്നണി കൊണ്ടുപോകും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ബംഗാളിലും ബീഹാറിലും ഒക്കെയുള്ള മറ്റ് ചില ഓപ്പറേഷൻ പറഞ്ഞല്ലോ, വളരെ പരസ്യമായി പറഞ്ഞു. കാരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ കണക്ക് എടുത്തിട്ട് ബാക്കി സംസ്ഥാനങ്ങളിൽ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം വളരെ മുമ്പുണ്ട്. നോക്കൂ, നമ്മുടെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് എത്രയോ മുമ്പ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാന ലാപ്പിൽ ഇലക്ഷൻ നടന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരായിരിക്കും ചിലപ്പം ഏറ്റവും വൈകി പ്രചാരണ രംഗത്ത് വന്നത്. പക്ഷേ അതിലൊക്കെ ഏപ്രിലിൽ
ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പേ ആദ്യ ബാച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും ഒക്കെ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു മെച്ചം, വളരെ കാലേക്കുട്ടി പ്രചരണം തുടങ്ങുക, പരമാവധി ആളുകളെ കാണുക, ഇതൊക്കെ BJP ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഗോവയിൽ എന്താണ് സംഭവിച്ചത്? മനോഹർ പരീക്കറിൻ്റെയൊക്കെ നാടാണ്. അതെ. നമുക്ക് നമ്മുടെ പ്രിയകരനായ PS ശ്രീധരൻപിള്ളയാണല്ലോ അവിടുത്തെ ഗവർണർ. അപ്പോൾ നമുക്കൊരു ആത്മബന്ധമുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ ഇവിടുന്ന് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗോവയ്ക്ക് പോകാൻ. അപ്പോൾ ഗോവയ്ക്ക് BJP-ക്കാർ പോകുമ്പോൾ ഒന്ന് ആലോചിക്കണം, അവിടുത്തെ MP-മാർ രണ്ടുപേരും ഇനി മുതൽ BJP-ക്കാരല്ല. അതൊരു വലിയ അടിയായി പോവും. സാരമില്ല. എങ്കിലും ബാക്കിയുള്ള അടുത്ത സ്റ്റേറ്റിലേക്ക് കടന്നാലോ നമ്മൾ? അടുത്ത നമുക്ക് ജാർഖണ്ഡ് നോക്കാം. ഓക്കെ. കേരളം നിൽക്കുക സിനു, കേരളം പറയാം. ഞാനീ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ ആകാംക്ഷയല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ABC-യുടെ കുറേ പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് കേരളത്തിൽ എന്ത് സംഭവിക്കും, BJP-ക്ക് എങ്ങനെ മുന്നേറ്റം ഉണ്ടാവും, LDF-ന് എന്ത് ആഘാതം ഉണ്ടാവും, ഇതൊക്കെ ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ BJP-ക്ക് 0 കിട്ടും എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ താങ്ങോ? അത് താങ്ങാൻ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. എന്നാൽ നമുക്ക് ഇത്തിരി കഴിഞ്ഞ് പറയാം. ശരി. എങ്കിലിപ്പോൾ നമുക്ക് ജാർഖണ്ഡിലേക്ക് പോവാം. ഓക്കെ. ജാർഖണ്ഡിൽ 14 സീറ്റല്ലേ? 14 സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം എത്രയുണ്ടായിരുന്നു? ജാർഖണ്ഡിലെ BJP കഴിഞ്ഞ തവണ 11 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് കിട്ടി. JMM 1 സീറ്റ് നേടി. AJSU എന്ന് പറയുന്ന അവിടുത്തെ മറ്റൊരു പാർട്ടി, അവർക്കും 1 സീറ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 14-ൽ 11 നേടി BJP ആണ് അവിടെ ഒരു ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇത്തവണ അവിടെ തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടിരുന്നു. ഉറപ്പായും തിരിച്ചടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 14 സീറ്റുള്ള ജാർഖണ്ഡിൽ BJP-ക്ക് 8 സീറ്റുകൾ കിട്ടും. 8 സീറ്റുകൾ. NDA എന്ന നിലയിൽ 1 സീറ്റ് കൂടെ കിട്ടി, 9 സീറ്റുകൾ. കോൺഗ്രസിന് 2 സീറ്റുകൾ. ഇന്ത്യ മുന്നണിക്കാകെ 5 സീറ്റുകൾ. അപ്പോഴും ഭൂരിപക്ഷം സീറ്റുകൾ NDA മുന്നണിക്ക് 9 സീറ്റുകൾ കിട്ടും. അവിടെ ഈ 14 സീറ്റുകളും BJP-ക്ക് നേടാവുന്നതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പാർട്ടി പരിശോധിക്കട്ടെ. ഏതായാലും അതൊരു ഇവരുടെ മൈനസ് സീറ്റുകൾ കിട്ടുന്ന മറ്റൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഗോവയ്ക്ക് പിന്നാലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒഡീസയാണ്. ഒഡീസയിൽ മൊത്തം 21 സീറ്റാണുള്ളത്. അവിടെ കഴിഞ്ഞ തവണ BJP 8 സീറ്റ് വിജയിച്ചിരുന്നു. ഈ ബിജു ജനതാദളിൻ്റെ പാർട്ടി 12 സീറ്റ് നേടിയതാണ്. അപ്പോൾ ഒരു ശക്തമായ മത്സരം ഇത്തവണ അവിടെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് വാസ്തവമുണ്ടോ ഈ പറയുന്ന? അല്ല, ഒഡീഷയിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നു BJP-യുടെ ഒരു സൗഹൃദ മത്സരം നടക്കുന്ന സംസ്ഥാനമാണെന്ന് തോന്നുന്നു. നവീൻ പട്നായിക്ക് BJP-ക്ക് എതിരൊന്നുമല്ല അല്ലേ? അദ്ദേഹം ഈ മോദി ഈ നവീൻ പട്നായിക്കിനെതിരെ ചില മൂർച്ചയുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ നവീനോട് ചോദിച്ചു. അപ്പോൾ നവീൻ പറഞ്ഞത്, അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളൊക്കെ തമ്മിൽ വലിയ ബഹുമാനമാണ്. ഇത് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതൊക്കെ ആര് നോക്കുന്നു? അത് രാഷ്ട്രീയ മത്സരമാണ്. കാരണം നോക്കൂ, ഈ BJP മുന്നണിയുടെ ഭാഗമായിരുന്നില്ല BJD എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി, ബിജു ജനതാദൾ. വളരെ മാന്യനായൊരു മുഖ്യമന്ത്രി. പിന്നെ മാത്രമല്ല വലിയ വിവാദങ്ങളൊന്നുമില്ല. അപ്പം മോദി വന്നിട്ട് പറഞ്ഞു അവിടുത്തെ ജില്ലകളുടെ പേര് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അങ്ങനെ വ്യക്തിപരമായ ആക്ഷേപമൊന്നുമില്ല, ഒന്നും അല്ല പറഞ്ഞത്. ഏറ്റവും അവസാനം പറഞ്ഞ് അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് ആരോഗ്യം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സർക്കാർ വന്നാൽ ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിപ്പിക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് നവീൻ ദാദ, നവീനെ നമ്മൾ പരിശോധിക്കും എന്നൊക്കെ പകുതി ഹ്യൂമറസുമായിട്ടൊക്കെ സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. കാരണം BJP സർക്കാരിന് എന്ത് പ്രതിസന്ധി വന്നാലും രാജ്യസഭയിലാവട്ടെ ലോകസഭയിലാവട്ടെ BJD MP-മാർ എക്കാലത്തും NDA മുന്നണിയിലല്ലെങ്കിലും കൈവെക്കുമായിരുന്നു. ഇത്തവണ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരുടെ മുന്നണിയാകാൻ വേണ്ട തീരുമാനമൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഇവർ മുന്നണിയായാൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറൊക്കെ എടുത്തിട്ട് കോൺഗ്രസ് കയറി കളിക്കുമോ എന്നുള്ള ഒരാക്ഷേപമൊക്കെ വന്നതുകൊണ്ടുകൂടിയാണെന്നും തോന്നുന്നു. പിന്നെ BJP-ക്കുള്ളിൽ BJD-യേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലാണ് ഇപ്പോൾ BJP ഒഡീഷയിൽ. അതുകൊണ്ട് അവരുടെ സഹായം ഇല്ലാതെ തന്നെ ജയിക്കാം എന്നൊരു നില വന്നതുകൊണ്ടുമാണ് ഇത്തവണ NDA മുന്നണിയുടെ ഭാഗമായി നവീൻ പട്നായിക്ക് വരാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവിടെ NDA BJP തോറ്റാലും BJD ജയിച്ചാലും അത് BJP-ക്കുള്ള വോട്ടുകളാണ്. എന്നാൽ പോലും അവിടെ ഒരു സൗഹൃദ മത്സരം നടന്നിട്ടുണ്ട്. അതിൽ 21 സീറ്റുകളാണുള്ളത്. നവീൻ ദായ്ക്ക് വലിയ പരാതിയില്ലാത്ത ഒരു റിസൾട്ട് വരും. കാരണം BJP ജയിക്കണമല്ലോ. BJP അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ BJP-ക്ക് കുറേ MP-മാർ കിട്ടുന്ന അദ്ദേഹത്തിന് അത്രയും ജോലി കുറഞ്ഞിരിക്കും. അല്ല പിന്നെ വിപ്പെല്ലാം കൊടുത്ത് BJP-ക്ക് വോട്ട് ചെയ്യിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു സർവേ പറയുന്നത് BJP-ക്ക് ഒഡീഷയിൽ 15 സീറ്റുകൾ കിട്ടും. 15 സീറ്റുകൾ. അത് വലിയ മുന്നേറ്റമാണ്. 15 സീറ്റുകൾ കിട്ടും. BJD-ക്ക് 6 കിട്ടും. ഈ 6-മായിട്ട്
ഈ 6 വേണമെങ്കിൽ NDAയുടെ അക്കൗണ്ടിൽ കൂട്ടാവുന്നതാണ്. ആഹാ. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന് വലിയൊരു ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒഡീഷയിൽ. ഇതാണ് അവസ്ഥ. ഒരു പക്ഷേ അവിടെ BJP സർക്കാരും അധികാരത്തിൽ വന്നേക്കാം. അങ്ങനെ ഒരു നീക്കം കൂടിയുണ്ട്. അതുകൊണ്ടാണ് BJP നേതാക്കൾ പറഞ്ഞല്ലേ വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം. അതെ അല്ലേ, ഞങ്ങൾ അത്രയും വളർന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒന്നെങ്കിൽ BJPയുടെ സർക്കാർ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP സർക്കാർ പോലും അധികാരത്തിൽ വരാവുന്ന ഒരു സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഒഡീഷയിൽ ഞങ്ങൾ വളർന്നു. നമുക്ക് അതിനൊരു നിലനിൽപ്പുണ്ട്. വളരെ പ്രായോഗികമായി ഇനി നമ്മൾ ആരുടെയും ചിറകിലേറണ്ട, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വളരെ പ്രാക്ടിക്കലായിട്ട് അണ്ണാമലൈ പറഞ്ഞതല്ലേ, നമ്മൾ എന്തിനാ ഇവരുടെ ദ്രാവിഡ പാർട്ടികളുടെ ചിറകിനെ ഇടി, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ പാർട്ടിക്ക് ഒരു വളർച്ച. അതെ, നമുക്ക് പഞ്ചാബിലേക്ക് പോവാം. തീർച്ചയായിട്ടും കർഷക സമരത്തിന്റെ ഒരു കേന്ദ്രമാണ് ഇപ്പോഴും. ഈ മോദിയുടെ റാലികളിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കും, മോദിയെ തടയുമെന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ചയും ബഹളം ഉണ്ടായിരുന്നു. പഞ്ചാബിൽ മൊത്തം 13 സീറ്റാണ് ഉള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 8 സീറ്റ് വിജയിച്ചിരുന്നു. BJPക്ക് അവിടെ 2 സീറ്റാണ് കിട്ടിയത്, മറ്റുള്ളവർ 2 സീറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന BJPയുടെ ഈ സീറ്റൂടെ കളയുമെന്നൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം. അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇപ്പം നമ്മുടെ പക്കൽ കിട്ടിയിരിക്കുന്ന സർവേ റിസൾട്ട് പറയുന്നത് BJPക്ക് 2 സീറ്റുകൾ കിട്ടും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോലെ 2 സീറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ വിജയ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടുമ്പോൾ BJPയുടെ കൂടെ ശിരോമണി അകാലിദളുണ്ടായിരുന്നു. അകാലിദളില്ലാതിരുന്നിട്ടും BJPക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് പഴയ സീറ്റുകൾ നിലനിർത്താൻ കഴിയുന്നു. കോൺഗ്രസിന് പക്ഷേ 6 സീറ്റുകൾ കിട്ടുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് 8 സീറ്റുകൾ കിട്ടും. അതായത് കോൺഗ്രസിൻ്റെ 2 സീറ്റുകൾ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ അതേഴ്സ് അവിടെ കിട്ടുന്നത് 3 സീറ്റുകളാണ്. ഇനി നമുക്കൊരു വലിയ സീറ്റിലേക്ക് വരാം, വലിയ സ്റ്റേറ്റിലേക്ക് വരാം. ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് തന്നെ വന്നാലോ? രാജസ്ഥാൻ. അതൊരു വലിയ ഘടകമല്ലേ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ. 25 സീറ്റുകളാണ് രാജസ്ഥാനിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടി BJP? 24 വിജയിച്ചു. ആകെ ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയഭൂമിയിൽ തേരോട്ടം നടത്താൻ BJPക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിന് വളരാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ ഈ BJPക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നും അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുമാണ് ഇത്തവണത്തെ മാധ്യമങ്ങൾ. വസുന്ധര രാജ സിന്ധ്യയുടെ ഇഷ്യൂ ഒക്കെയാണ് അവർ പറയുന്നത്. അതെ. പക്ഷേ തെരഞ്ഞെടുപ്പ് മുറുകിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നൊന്നും കേട്ടിട്ടില്ല. അതേക്കുറിച്ച് ചർച്ച വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലാണ് രാജാമാതായൊക്കെ ആയിട്ടുള്ള പ്രശ്നം, അവരുടെ വേണ്ടപ്പെട്ട ആൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല, അവരെ ഒതുക്കാൻ പോകുന്നു എന്നുള്ള കുറേ അലിഗേഷൻസ് ഒക്കെ വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂരുമൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ഉഗ്രഭാവത്തിലേക്ക് മാറിയപ്പോൾ അതൊക്കെ ആവിയായിപ്പോയി. രാജസ്ഥാനിൽ ഈ താർ മരുഭൂമി പോകുന്ന നാടല്ലേ, ആ ചൂടിൽ BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ആവിയായിപ്പോയി. ഇപ്പോൾ നമ്മുടെ സർവേയിൽ നമ്മൾ പറയുന്നു രാജസ്ഥാനിൽ 2019 ആവർത്തിക്കും. എന്ന് വെച്ചാൽ 24 സീറ്റുകൾ BJP കിട്ടും. ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങും. അപ്പോൾ അവർക്ക് ഒരു വളർച്ച ഉണ്ടാവുന്നില്ല. അതെ. അപ്പോൾ ഇവിടെ അവർക്ക് അവിടെയല്ലേ എവിടെ നമ്മളിത് ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എവിടെ വളർച്ചയുണ്ടായി? അതെ, ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പം ഈ NDA മുന്നണിക്ക് ഇപ്പോൾ ഈ പറയുന്ന ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സീറ്റുകളെല്ലാം തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. മറ്റുള്ളിടത്തുണ്ടായ വീക്കായ ചില ഭാഗങ്ങളെയൊക്കെ മറികടക്കാൻ ഈ പറയുന്ന ബംഗാളും അതുപോലെ തന്നെ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ സഹായിക്കുകയും ചെയ്തു. അല്ലേ? വീക്ക് എന്ന് പറയുന്ന അധികം സ്ഥലങ്ങൾ നമ്മൾ കണ്ടില്ല. ഹരിയാനയിൽ 5 സീറ്റ് പോയി. കയ്യിലിരിപ്പ് കൊണ്ട് പോയി എന്ന് പറയുന്നത് ഗോവ, പഞ്ചാബിൽ 2 ഉണ്ടായിരുന്നത് നിലനിർത്താൻ പറ്റി. അതെ. അപ്പോൾ ആകെ ഒരു ക്ഷീണം വന്നത് ഗോവ, ഹരിയാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. ബാക്കിയുള്ളിടത്ത് ക്ഷീണം വന്നിട്ടില്ല. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞ കണക്കാണ്. അതായത് 327 സീറ്റുകളിൽ 1 ലക്ഷം മുതൽ 6,89,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കും? ചിന്തിക്കാൻ പറ്റാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളിൽ എങ്ങനെ തിരിച്ചു പിടിക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം BJPക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ജനവികാരം എതിരായി എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നാളത്തെ ഈ 4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതി ഇറങ്ങുന്ന പത്രങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. കാണാൻ കഴിഞ്ഞില്ല. പണ്ട് സിനിമയെ പറഞ്ഞ് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ആരും കണ്ടില്ല, ആരും കാണാതെ ഇങ്ങനെ ഒഴുകി, നിശബ്ദമായി ഒഴുകിയ ഒരു മോദി തരംഗം എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. ഏറ്റവും ഒടുവിൽ ഈ കന്യാകുമാരിയിൽ ഇരുന്നത് പോലും അത്ര ഒരു മോദി തരംഗത്തിന്റെ പ്രഭാവമായിരിക്കും. ആയിരിക്കാം. ഏതായാലും നാഗാലാൻഡ് ഒരു സീറ്റാണ് ഉള്ളത് BJPക്ക്. നാഗാലാൻഡിൽ ആ ഒരു സീറ്റ് നിലനിർത്തും. സിക്കിമിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റ് അത് NDAയുടെ തന്നെയായിരുന്നു. ആ ഒരു സീറ്റും നിലനിർത്തും. ത്രിപുരയിൽ 2 സീറ്റുകളുണ്ട്. കനൽ ഒരു തരി പോലുമില്ല. കണ്ടുപിടിക്കല്ലേ.
പിന്നെ ഒരു സീറ്റ് BJP കൊണ്ടുപോകും. മറ്റൊരു സീറ്റ് ത്രിപ്രമോദ പാർട്ടി BJPയുടെ ഘടകകക്ഷിയായ അവർക്കും കിട്ടും. അപ്പോൾ NDA മുന്നണിക്ക് 2 സീറ്റും ത്രിപുരയിൽ കിട്ടും. ഇനി നമുക്ക് വേറെ കുറച്ച് സ്റ്റേറ്റുകളിൽ ഈ ചണ്ഡീഗഡ് അതുപോലെ തന്നെ അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അരുണാചൽ പ്രദേശ് നോക്കണ്ടേ? അരുണാചൽ പ്രദേശിലേക്ക് പോയില്ല. 2 സീറ്റുകളാണ് ആകെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ സ്റ്റേക്ക് എന്തായിരുന്നു അവിടെ? അരുണാചൽ പ്രദേശിൽ ഏതായാലും മൊത്തം BJP 2 സീറ്റ്, ആകെ 2 സീറ്റിൽ 2 BJP. ഇത്തവണ അതിന് മാറ്റമില്ല. ഇനി ആസാമിൽ മൊത്തം 14 സീറ്റ്. ഹിമന്ത ബിശ്വയുടെ ആസാം. അതെ, അവിടെ മൊത്തം 14 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ BJP അതിൽ 9 എടുത്ത് ജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 എടുത്ത്, 2 എണ്ണം അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ BJP ആസാമിൽ നില മെച്ചപ്പെടുത്തും. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 9 എന്നുള്ളത് 10 ആയിട്ട് മാറും. ഒരു സീറ്റ് കൂടും. NDA മുന്നണി അങ്ങനെ. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന സീറ്റ് പക്ഷേ കോൺഗ്രസിന് 1 സീറ്റ്. അപ്പോൾ 2 സീറ്റ് പോയല്ലോ. 2 സീറ്റ് പോയി. മറ്റുള്ളവർക്ക് 3 സീറ്റ്. ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് നമുക്ക് അവസാനം ഒരു സ്പെഷ്യൽ ഹെഡിൽ പറയാം. ഞാനിനി സിനുജിയെ വിഷമിപ്പിക്കുന്നില്ല. എന്നെ മാത്രമല്ല, ഈ ABCയുടെ മുഴുവൻ പ്രേക്ഷകർ അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇത് അവിടേക്ക് പോയി, ഉത്തരേന്ത്യയിൽ പോയി, അത് കഴിഞ്ഞിട്ട് ദക്ഷിണേന്ത്യയിൽ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ മധ്യ മേഖലയിലൂടെ സഞ്ചരിച്ചു, എന്നിട്ടും എന്താ കേരളത്തിലേക്ക് വരാത്തത് എന്നാണ്. അപ്പം അതിനൊരു മറുപടി അങ്ങ് തന്നൂടെ? കേരളത്തിൽ 20 സീറ്റല്ലേ ഉള്ളത്? അതെ, കഴിഞ്ഞ തവണ 19 സീറ്റും UDF കൊണ്ടുപോയി. കനൽ ഒരു തരി കെടാതെ ആലപ്പുഴയിൽ സൂക്ഷിച്ചിരുന്നു. ഇത്തവണ ആ കനലും കൂടെ കെടുവെന്നൊക്കെ. കനൽ കെടുവോ? ഉറപ്പാ ആ കനൽ കെടും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മൊത്തസ്ഥിതി? കേരളത്തിൽ BJP ഒറ്റ സീറ്റിലും ജയിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണോ? മിനിമം 3 സീറ്റെങ്കിലും കിട്ടുമെന്നൊക്കെ. BJP 2 സീറ്റുകൾ ജയിക്കും. 2 സീറ്റ്. അങ്ങനെ അക്കൗണ്ട് തുറക്കപ്പെടുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സർവേക്ക് ഒരു ചെറിയൊരു പോരായ്മയുണ്ടെന്ന് നമ്മൾ ആമുഖമായിട്ട് പറയാം. കാരണം നമ്മുടെ ഈ നെറ്റിസൺ നെറ്റ്വർക്ക് എന്നുള്ള ഈ ഗ്രൂപ്പ് വളരെ സജീവമായി, അത്ര കാര്യമായി സ്വാധീനം ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമ സാന്ദ്രത. എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. അതെ. ചാനൽ തന്നെ എത്രയുണ്ട്? 2 പേര് കയ്യിൽ എണ്ണിയാൽ തീരൂല. അതുകൊണ്ട് അത്രയും ചാനലുകളുണ്ട്. പിന്നെ യൂട്യൂബർമാർ, ഓൺലൈൻ ചാനലുകൾ, പത്രങ്ങൾ, ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമാന്തര മാധ്യമ പ്രവർത്തനത്തിന് വലിയ സ്കോപ്പില്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ നെറ്റിസൺ നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷേ അവർക്ക് ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കാര്യമായി ഒരു സർവേ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ദൗർബല്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ഈ BJP 2 സീറ്റ് നേടും എന്നുള്ള കാര്യത്തിൽ അവർ തൃശ്ശൂരും തിരുവനന്തപുരവും കാര്യമായി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരവും BJP നേടും. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും MP-മാരായി പാർലമെൻറ്റിലേക്ക് പോകുമെന്നാണ് ആ സർവേ പറയുന്നത്. പക്ഷേ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം അവർ പറയുന്നത് BJPയെ സംബന്ധിച്ചല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആ ഒരു കൺക്ലൂസീവായിട്ടൊരു കാര്യം പറയാതെ 0 to 3 ഇടതുപക്ഷത്തിന് ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 3 സീറ്റുകൾ കിട്ടും. 0 to 3 എന്നല്ല, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 3. ഒന്നെങ്കിൽ 0-ൽ തീരും, അല്ലെങ്കിൽ 3 സീറ്റുകൾ കിട്ടും. അതിനപ്പുറത്തുമില്ല, അതിന് താഴെയില്ല. അപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും 15 സീറ്റുകൾ UDF ആണ്. 3 സീറ്റ് കൊണ്ടുപോയാൽ LDF പിടിച്ചാൽ 15 സീറ്റുകൾ UDFന് കിട്ടും. ഇനി LDFന് 0 ആണെങ്കിൽ 19 സീറ്റുകൾ നേടി, അല്ല 18 സീറ്റുകൾ ഈ പറയുന്ന UDF നേടും. 2 സീറ്റുകൾ BJP കൊടുക്കും. എന്ന് പറഞ്ഞാൽ LDF പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടും. അല്ലെങ്കിൽ 3 സീറ്റുകൾ കൊടുക്കും. അപ്പോൾ ഏതായാലും ഉറപ്പിച്ച് പറയാവുന്നത് മഹാഭൂരിപക്ഷം സീറ്റുകളും 18 സീറ്റുകൾ വരെ UDFന് ഉറപ്പാണ്. BJPക്ക് 2 സീറ്റും. ഇനി LDF 3 സീറ്റ് നേടിയാൽ 15 സീറ്റായി UDFൻ്റെ ടേബിൾ കുറയും. അതിന് പറയാനുള്ള വേറൊരു കാരണങ്ങളുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന LDFന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വോട്ട് BJP ജയിക്കാതിരിക്കാൻ UDFന് മറിച്ചു കൊടുക്കും. നേരത്തെ അതിനകത്ത് ഒരു സാധ്യത അത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് തുടർച്ചയായി കിട്ടാവുന്ന മാരകമായ അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ഇത്തവണ 0-ലേക്കാണ് പോകുന്നതെങ്കിൽ
ഇടതുപക്ഷത്തിൻ്റെ ചില രാഷ്ട്രീയ മോഹങ്ങൾ അസ്തമിക്കുകയാണ്. അതായത് ബംഗാളിൻ്റെയും ത്രിപുരയുടെയൊക്കെ തുടർച്ചയാവും. അതെ, ഇനി 3 സീറ്റ് കിട്ടിയാൽ ഈ 3 സീറ്റും CPM-ൻ്റെത് മാത്രമായിരിക്കില്ല. വേണമെങ്കിൽ അവർക്ക് പറയാം 3 ഇരട്ടി 300 മടങ്ങ് വിജയിച്ചു എന്നൊക്കെ മേനി പറയാം. ഒന്നുണ്ടായിരുന്ന 3 എന്നുള്ളത്. അപ്പോൾ ഏതായാലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒട്ടും ആശാവഹമായ സുഖകരമായ തെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത്. കേരളത്തിലെ BJPക്കാർക്ക് ഇക്കുറി പടക്കം പൊട്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. എന്തായാലും അത് വലിയ സന്തോഷത്തോടെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകരും സ്വീകരിക്കുന്നത്. കാരണം ഇതൊരു കാരണം മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഒക്കെ വിജയം ഈ പൊതുവിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ആകെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ല, ഇതൊരു ഒപ്പീനിയൻ പോളാണല്ലോ നമ്മൾ പറയുന്നത്. ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആധാരമാക്കി നമ്മൾ പറഞ്ഞാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഈ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പ്രേക്ഷകരും കുറേ നേരമായി നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്. അവർക്ക് മറ്റ് ചാനലുകളിലെ സർവേകളൊക്കെ കാണണം. അപ്പോൾ ഏതായാലും ആൻഡമാൻ നിക്കോബാർ ഒരു സീറ്റാണുള്ളത്. NDA മുന്നണി കൊണ്ടുപോകും. ചണ്ഡീഗഡ് ഒരു സീറ്റ് NDA മുന്നണി കൊണ്ടുപോകും. ദാദ്ര നാഗർ ഹവേലി ഒരു സീറ്റാണ് NDA മുന്നണിക്കാണ്. ദാമൻ ആൻഡ് ദിയു ഒരു സീറ്റാണ് NDA മുന്നണിക്ക് കൊണ്ടുപോകും. എന്നാൽ മറ്റ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലക്ഷദ്വീപും പുതുച്ചേരിയും കോൺഗ്രസിന് ലഭിക്കും. ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ഇതാണ് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഏതാണ്ട് 3 സീറ്റ്. ജമ്മു കാശ്മീരിൽ NDAക്ക് 3 സീറ്റുകൾ കിട്ടും. ജമ്മു മേഖലയിൽ 3 സീറ്റുകൾ BJP മത്സരിക്കുന്നത്. കാശ്മീരിൽ BJP മത്സരിക്കുന്നില്ല. BJP അവിടെ സഖ്യകക്ഷികൾ വെച്ചിട്ട് ഒരു പ്രോക്സി മത്സരം പോലെയാണ് BJP അവിടെ നിൽക്കുന്നത്. അവിടെ ഇന്ത്യ മുന്നണി 3 സീറ്റുകളും. അങ്ങനെ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഇവിടെ നിന്നുള്ള 6 സീറ്റുകളിൽ 3 BJP ഇന്ത്യ മുന്നണിയും 3 ഇന്ത്യ മുന്നണിയും. NDAക്ക് 3, ഇന്ത്യ മുന്നണിക്ക് 3. ഇതാണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇത് എഴുതി കുറിച്ച് വെച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് സമ്മപ്പ് ചെയ്യാം. ABC മലയാളം നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ പ്രവചനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്തവണ 543 സീറ്റുകളിൽ BJP കഴിഞ്ഞ പ്രാവശ്യം നേടിയ 303 എന്ന സീറ്റ് മറികടന്ന് ഏറ്റവും ചുരുങ്ങിയത് 320 സീറ്റുകൾ നേടും. NDA മുന്നണി 373 സീറ്റുകൾ നേടും. കോൺഗ്രസ്സിന് ലഭിക്കാൻ പോകുന്നത് 63 സീറ്റുകൾ മാത്രമാണ് പരമാവധി. ഇന്ത്യ മുന്നണി 104 സീറ്റുകൾ ഒതുക്കും. അതേഴ്സ് എന്ന് പറയാൻ മറ്റുള്ളവർ 66 സീറ്റുകളുമായി മറ്റുള്ളവരുണ്ട്. ഈ 66 സീറ്റുകൾ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഭരണം ആർക്ക് കിട്ടുന്നോ അതിനോടൊപ്പം പോകുന്ന സീറ്റുകളാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ 66-ൽ ഒരു ഗണ്യമായ നമ്പർ പകുതി കൂടി ഈ പറഞ്ഞ NDAയിലേക്ക് കയറിയാൽ നരേന്ദ്രമോദി പറഞ്ഞ 400+ എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരുമല്ലോ. ഇന്ത്യ രാജ്യത്തെ ഭരണം നിർണ്ണയിക്കുന്ന ജനപ്രതിനിധികളുടെ എണ്ണം മാറുമെന്നാണ് നെറ്റിസൺ നെറ്റ്വർക്കിൻ്റെ സർവേ സൂചിപ്പിക്കുന്നത്. അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് കൈമാറുന്നു. ഏതായാലും ABC ന്യൂസ് മലയാളം നമ്മുടെ പരിമിതമായ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് നിഷ്പക്ഷമായി കൃത്യമായ ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ കൈമാറിയിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും അവസാന വാക്കല്ല, അത് 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോഴാണ്. ഏതായാലും 4-ാം തീയതി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിക്കുന്ന രാവിലെ 8 മണി മുതൽ ABCയുടെ എല്ലാ പ്രേക്ഷകരും നമ്മൾക്കൊപ്പം ഉണ്ടാവണം. ഇക്കുറി തെരഞ്ഞെടുപ്പ് വിശദമായ വിശകലനമായി എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം ABCയും രംഗത്തുണ്ടാവും. രാവിലെ 8 മണി മുതൽ 4-ാം തീയതി ഞങ്ങൾക്കൊപ്പം കൂടുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.